Okay. Good evening. Okay. Good evening. So, ഇന്നലത്തെ ക്ലാസ്സിൽ we were discussing about different perspectives അല്ലേ? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് എല്ലാവർക്കും മനസ്സിലായോ? ഓൺലൈൻ ഓഡിബിൾ ആണോ? ഓക്കെ. സോ ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പെർസ്പെക്റ്റീവ്സിന്റെ അപ്പുറത്തേക്ക് ബാക്കി കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിന്ന് നോക്കാം. ഓക്കെ. ആൻഡ് ബിഫോർ ദാറ്റ് നമ്മളെ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന കുറച്ച് കാര്യമുണ്ട്. ഇപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ നോട്ട് എഴുതണോ, ലെക്ചർ നോട്ട്സിൻ്റെ ഒക്കെ കാര്യത്തിലുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. ബേസിക്കലി ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറയും, അത് നോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ. ഓക്കെ. മറ്റ് കാര്യങ്ങൾ ആക്ച്വലി നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ്. ഇനി ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും എക്സാമ്പിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസെപ്റ്റ്സ് ആയിട്ടോ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ യൂഷ്വലി അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ പറയും ഈ കോൺസെപ്റ്റ്സ് നോട്ട് ചെയ്തോ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള വാല്യൂ എഡിഷൻ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്താൽ മതി. ഓക്കെ. നിങ്ങളിനി പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങളുടെ ഗ്രൂപ്പിൽ നമ്മളുടെ ഈ PPT ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഓപ്പൺ ക്ലാസ് നടക്കുന്നത് കൊണ്ട് നമ്മളുടെ ഇപ്പം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിൻ്റെ, നമ്മളെ നോട്ടിലുള്ള ആ ചാപ്റ്ററിൻ്റെ സെയിം സോഫ്റ്റ് കോപ്പിയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ചാപ്റ്ററിൻ്റെ മാത്രം ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലാസ് ശ്രദ്ധിക്കുക, വീട്ടിൽ പോവാം, ഫസ്റ്റ് ഒന്ന് PPT ഒന്ന് ഓടിച്ച് വായിക്കുക, അതിനുശേഷം മാത്രം എന്ത് ചെയ്യാം, നോട്ട്സ് വായിക്കുക. ഓക്കെ. ഇതാണ് കറക്റ്റ് മെത്തേഡ് ടു ഫോളോ. ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. ഇനി ക്ലാസ്സിൽ നോട്ട് ഡൗൺ ചെയ്യേണ്ടത് എന്ത് മാത്രമാണ്, സർട്ടൻ എക്സാമ്പിൾസ് ഓർ സ്പെസിഫിക്കലി നോട്ട് ഡൗൺ ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവരും? സെറ്റാണല്ലോ? അപ്പോൾ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇന്നലെ നമ്മൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ വാസ് ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്. എന്താണ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൻ്റെ ഐഡിയ എന്താണ്? അതെ, they consider that all social institutions positively contribute to society. It helps in maintaining the stability in society. They consider society as a system. അല്ലേ? എന്താണ് സിസ്റ്റം? ഒരു ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ള വേരിയസ് സബ് കോമ്പണൻസ് അടങ്ങുന്ന ഒരു ഹോളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിസ്റ്റം. They consider that all social institutions which consist in അല്ലെങ്കിൽ which are included in the society are part of this system. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. അല്ലേ? ഇതൊക്കെ ഇൻഡിസ്പെൻസിബിൾ ആണെന്നാണ് ആര് പറയുന്നത്? ഫങ്ഷണലിസ്റ്റുകൾ പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്. എന്താണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്ന കാര്യം എന്താണ്? ദേ ബിലീവ് ദാറ്റ് സൊസൈറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് ഇസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ എക്കണോമിക് സിസ്റ്റം. ആരാണോ ഇക്കണോമിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്, ദേ കൺട്രോൾ ഓൾ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സൊസൈറ്റി. ആരാണ് ഇക്കണോമിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്താ വിളിക്കുന്നത്? ഹാവ്സ്. അല്ലേ? അവർ സൊസൈറ്റിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഹാവ്സും ഹാവ് നോട്ട്സും. ഹാവ്സ് ആണ് ഇക്കണോമിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് ദേ കൺട്രോൾ ഓൾ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സൊസൈറ്റി. റൈറ്റ്? ആൻഡ് മാർക്സ് ബിലീവ് ദാറ്റ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ സൊസൈറ്റി എന്താണ് ചെയ്യുന്നത്? ഓൾ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സൊസൈറ്റി അവർ ആ സൂപ്പർ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞില്ലേ, ആ സൂപ്പർ സ്ട്രക്ചർ എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്? ഈ പറയുന്ന ഹാവ്സിന്റെ ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അതെങ്ങനെയാണ് മോസ്റ്റ്ലി അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ബൈ സ്പ്രെഡിങ് ഫാൾസ് കോൺഷ്യസ്നെസ്. ക്ലിയർ ആണല്ലോ? മാർക്സിന്റെ തിയറി മൊത്തം റിവോൾവ് ചെയ്യുന്നത് ഈ ഒരു സെൻട്രൽ തീമിലാണ്. ഈ ഒരു തീം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ മാർക്സിനെ മൊത്തത്തിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. അത്രയും സിമ്പിൾ ആണ് മാർക്സിന്റെ ബാക്കി തിയറീസും കാര്യങ്ങളും. ഓക്കെ. മ്യൂട്ട് ചെയ്യണം എല്ലാവരും. അപ്പം ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഇനി നമ്മൾക്ക് രണ്ട് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ദ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇന്റർപ്രിറ്റേറ്റിവിസ്റ്റ് പെർസ്പെക്റ്റീവ്. എന്താണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്? അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ജനറലി അറിയുന്ന ഒരു പെർട്ടിക്കുലർ അപ്രോച്ച് ആയിരിക്കും ഫെമിനിസ്റ്റ് അപ്രോച്ച് ഓർ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ഐഡിയ? അതെ, ഈക്വൽ ജെൻഡർ ബേസിസിലുള്ള ഒരു ഈക്വൽ റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്.
To be more precise and specific, feminist perspective believe that all social institutions are created by men for the men. Okay. ഇത് എല്ലാ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മെന്നാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? മെയിലിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശരിക്കും ആർക്കെതിരെയാണ്? വിമനെതിരെയാണ്, വിമന്റെ ഇൻട്രസ്റ്റുകൾക്കെതിരെയാണ്. ബിക്കോസ് ഇൻ ഓർഡർ ഫോർ ദ മെൻ ടു ഹാവ് ദാറ്റ് കൺവീനിയൻസ്, അല്ലെ, അവരെന്താ ചെയ്യുന്നത്? ഫീമെയിലിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു ഇൻ വേരിയസ് ഫോംസ്. അപ്പൊ അവർ പറയുന്നു ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കാം. നമ്മൾ നേരത്തെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എന്താ പറഞ്ഞത്? എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണ്? എക്കണോമിക് സിസ്റ്റം ആണെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് ഓഫ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്താണ്? മെയിലിന്റെ കൺവീനിയൻസും മെയിലിന് വിമനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റംസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. റിലീജിയൻ, ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ റിലീജിയൻ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ആസ് എ ടൂൾ യൂസ്ഡ് ബൈ ദ മെയിൽ ടു ഫർദർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൻ. അല്ലേ? ഇപ്പൊ റിലീജിയസ് ഐഡിയാസ് ഒക്കെ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എടുത്തിട്ട് എന്താ പറയുന്നത്? എല്ലാ റിലീജിയസ് ഐഡിയാസും ഫോക്കസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യത്തിലാണ്. എന്താണ്? ടു കൺട്രോൾ വിമൻ. അതിനകത്ത് കുറെ എലമെന്റ്സ് ഉണ്ട്. ഒന്ന് സെക്ഷുവാലിറ്റി ഓഫ് വിമൻ കൺട്രോൾ ചെയ്യുക, അല്ലെ? അതേപോലെ ഇപ്പൊ ഇൻഹെറിറ്റൻസ് റൈറ്റ്സ് എടുക്കുക. റിലീജിയനിൽ ഇൻഹെറിറ്റൻസ് റൈറ്റ്സ് സ്ത്രീകൾക്കുണ്ടോ? അധികം ഇല്ല. പല റിലീജിയസ് ബുക്സിനെ ബേസ് ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ ഇൻഹെറിറ്റൻസ് റൈറ്റ്സ് ഒന്നുകിൽ തീരെ സ്ത്രീകൾക്കില്ല, അല്ലെങ്കിൽ മെയിലിനുള്ള അത്ര എന്തില്ല, ഫീമെയിലിനില്ല, അല്ലെ? ഇനി പൊളിറ്റിക്കൽ സിസ്റ്റം എടുക്കാം. ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണ് പറയുന്നത്? കറന്റ് പൊളിറ്റിക്കൽ സിസ്റ്റം ആര് ഡിസൈൻ ചെയ്തതാണ്? മെയിൽ ഡിസൈൻ ചെയ്തതാണ്. ആർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്? മെയിലിന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അതിൽ ആര് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു? സ്ത്രീകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതിനവര് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ഇൻ പൊളിറ്റിക്സ്, അല്ലെ? വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ റെപ്രസെന്റേഷൻ ഓഫ് വിമൻ ഇൻ പൊളിറ്റിക്സ് കുറവല്ലേ? ഇപ്പൊ ഇന്ത്യന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, അറൌണ്ട് 14 to 15% ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് പാർലമെന്റ് മാത്രമേ ആരുള്ളൂ? വിമൻ ഉള്ളൂ. ഇവൺ ദോ ദേ കോൺസ്റ്റിറ്റ്യൂട്ട് നിയർലി അറൌണ്ട് 49% ഓഫ് ഇന്ത്യാസ് പോപ്പുലേഷൻ, റൈറ്റ്? അപ്പോൾ 49% ഓഫ് ദ പോപ്പുലേഷൻ ഉള്ള സ്ത്രീകൾക്ക് നമ്മളുടെ പാർലമെന്റിലുള്ള റെപ്രസെന്റേഷൻ എത്ര മാത്രമേ ഉള്ളൂ? ഹാർഡ്ലി 14 to 15%, അല്ലെ? മന്ത്രിമാരുടെ എണ്ണം നോക്കിയാലും നിങ്ങൾക്ക് ഇതേ ഇഷ്യൂ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും, അല്ലെ? അപ്പം ഒരു ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഒരു സിസ്റ്റത്തിലും ആർക്ക് കിട്ടുന്നില്ല? സ്ത്രീകൾക്ക് കിട്ടുന്നില്ല, എസ്പെഷ്യലി പവർ പൊസിഷൻസിൽ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ദേ ബിലീവ് ദാറ്റ് ഇതെല്ലാം ആരുണ്ടാക്കി? മെന്നുണ്ടാക്കി. എന്തിനു വേണ്ടി ഉണ്ടാക്കി? മെന്നിന് വേണ്ടി ഉണ്ടാക്കി. ഇതാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഫാമിലിനെ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് കാണുന്നത്? വളരെ മോശമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആരെ കാണുന്നത്? ഫാമിലിനെ കാണുന്നത്. എന്തുകൊണ്ടായിരിക്കും? According to feminist perspective, family is the den of patriarchy. Okay, എന്തുകൊണ്ടാണ് den of patriarchy എന്ന് പറയാൻ കാരണം? കറക്റ്റ്. ഒന്ന്, ഇറ്റ് ഈസ് വിത്തിൻ ദ ഫാമിലി patriarchal നോംസ് എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെ? നമ്മളെ സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ ആ ജെൻഡർ റോൾസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത് എവിടുന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ അതൊരു മേജർ റീസൺ. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ വിമൻ സപ്രസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഫാമിലിയിലാണ്, ഹൗസ് ഹോൾഡ് ലെവലിലാണ്, അല്ലെ? ഇപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള റോൾസ് ഉണ്ട്, വിമന് അസൈൻ ചെയ്തിരിക്കുന്ന റോൾ. ആ റോൾ എന്താണ്? വീട്ടിലെ കുട്ടികളെ നോക്കുക, അല്ലെ? കുക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലെ വിമന് അസൈൻ ചെയ്തിരിക്കുന്ന ടാസ്കുകൾ. അപ്പൊ ഇങ്ങനെയുള്ള ടാസ്കുകൾ അസൈൻ ചെയ്തത് വഴി എന്താ ചെയ്യുന്നത്? വിമന് ഇക്കണോമിക് റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാതിരിക്കുകയും ആ എബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് വിമൻ കൂടുതൽ ആരിൽ ഡിപ്പെൻഡന്റ് ആവുന്നു? മെയിലിൽ ഡിപ്പെൻഡന്റ് ആവുന്നു. അതുകൊണ്ട് തന്നെ വിമൻ സബോർഡിനേറ്റ് ആവുന്നു വെൻ കമ്പയർഡ് ടു മെയിൽ, അല്ലെ? ഇപ്പൊ ഫിനാൻഷ്യൽ ഓട്ടോണമി വിമൻ ഉണ്ടെങ്കിൽ ഇത്രയധികം സബോർഡിനേറ്റഡ് ആയിട്ട് വിമൻ നിൽക്കുവോ? ഇല്ല. ഇതിനകത്ത് കുറെ അധികം തിയറീസ് ഉണ്ട്. ഇപ്പൊ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ഉണ്ട്. ഈ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രീം ലെവൽ ഓഫ് ഫെമിനിസം പറയുന്നതാണ് റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ. അതിനകത്ത് ഷൂലാമിത് ഫയർസ്റ്റോൺ എന്ന് പറയുന്ന തിങ്കർ ഉണ്ട്. വി വിൽ ബി ലേണിംഗ് ഇൻ മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കും. പുള്ളിക്കാരി പറയുന്നത് ഏറ്റവും ഫസ്റ്റ് നിർത്തലാക്കേണ്ട കാര്യം റിപ്രൊഡക്ഷൻ ആണ്. ഷീ ബിലീവ് ദാറ്റ് റിപ്രൊഡക്ഷൻ ഷുഡ് നോട്ട് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ബോഡി ഓഫ് വിമൻ. നമ്മൾ ഒന്നിക്കൽ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു സിസ്റ്റം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഈ പരിപാടി അങ്ങ് നിർത്തുക. ബിക്കോസ്
ഷീ ബിലീവ് ദാറ്റ് റിപ്രൊഡക്ഷൻ ഫേസിലാണ് വിമൻ ഏറ്റവും കൂടുതൽ ആരിൽ ഡിപ്പെൻഡൻ്റ് ആവുന്നത്, മെയിലിൽ ഡിപ്പെൻഡൻ്റ് ആവുന്നത്. ബിക്കോസ് ഓഫ് ദ ഫിസിക്കൽ ലിമിറ്റേഷൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി വിമന് എക്കണോമിക് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റ് ആവും. ഇനി ഓഫ്സ്പ്രിങ് ജനിക്കുന്ന സമയത്ത് ആ ഓഫ്സ്പ്രിങ്ങിന് വേണ്ടുന്ന റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ടെൻഷനും സ്ത്രീകൾക്ക് ഉണ്ടാവും. അങ്ങനെ വരുമ്പം അവർ ആരിൽ കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആവുന്നു, മെയിലിൽ ഡിപ്പെൻഡൻ്റ് ആവുന്നു. സോ ഷീ ബിലീവ്ഡ് നമ്മൾക്ക് വിമന് ലിബറേഷൻ ശരിക്കും കിട്ടണമെങ്കിൽ റീപ്രൊഡക്ഷൻ വിമന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും സിസ്റ്റത്തിൽ നടക്കണം, എന്നാൽ മാത്രമേ ട്രൂ ലിബറേഷൻ ഫോർ വിമൻ ഉണ്ടാവുള്ളൂ എന്നാണ് ഷൂലാമിത് ഫയർസ്റ്റോൺ പറഞ്ഞത്. ഈ പുള്ളിക്കാരി ഇത് ഇക്കാലത്ത് പറഞ്ഞല്ല, 1970s പറഞ്ഞതാണ്. അന്ന് ആൾക്കാരൊക്കെ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ എയറിക്കേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഷൂലാമിത് ഫയർസ്റ്റോണിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഓക്കെ, അന്ന് സൈബർ ആക്രമണം ഉണ്ടായിരുന്നില്ല, ഇന്റലക്ച്വൽ ആക്രമണം കുറെ അധികം നേരിടേണ്ട വന്ന ആളാണ് ഷൂലാമിത് ഫയർസ്റ്റോൺ. ഷൂലാമിത് നിങ്ങൾക്ക് ഞാൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ? ഇതിൽ മോശമൊക്കെ കണ്ടിട്ടുണ്ടോ? ഷൂലാമിത് ഫയർസ്റ്റോൺ. ഓക്കെ, ആ ആ അതെ അതെ. ഇപ്പം വേൾഡ് വൈഡ് ഈ പറയുന്ന ഇപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സ് കൂടുതൽ ശക്തിപ്പെടുന്നതോടുകൂടി ഈ പറയുന്ന ട്രഡീഷണൽ ജെൻഡർ റോൾസിൽ നിന്ന് സ്ത്രീകൾ മാറി നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഈ ട്രഡീഷണൽ ജെൻഡർ റോൾസിൽ നിന്ന് സ്ത്രീകൾക്ക് മാറി നിൽക്കണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന എന്തിനെ തന്നെയാണ്? റീപ്രൊഡക്ഷനെയാണ്. റൈറ്റ്. അതുകൊണ്ടാണ് ഈ പറയുന്ന മാരേജിലും അതേപോലെ കുട്ടികളിലും ഏറ്റവും കൂടുതൽ താല്പര്യമില്ലായ്മ കാണിക്കുന്നത് ആരാണ്? കമ്പയർഡ് ടു മെയിൽ അല്ലേ? വിവാഹം വേണ്ടാന്നും കുട്ടികൾ വേണ്ടാന്നും കൂടുതൽ ഇഷ്ടമായിരിക്കുകയാണ്. അത് വേണ്ട എന്ന് പറയുന്നത് കൂടുതൽ ആരാണ്? സ്ത്രീകളാണ്. കാരണം മെയിലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു കൺവീനിയൻറ്റ് പരിപാടിയാണ് അല്ലേ? കല്യാണം കഴിച്ചാൽ കൺവീനിയൻസ് ആണ്, കുട്ടികളായാലും കൺവീനിയൻസ് ആണ്. കാരണം എന്താ? കുട്ടികളുടെ കൂടെ കളിക്കേ വേണ്ടുള്ളൂ, കുട്ടികളെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇതിനെതിരെ നിൽക്കുന്നത് സ്ത്രീകളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതൊക്കെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിയർ അല്ലേ? ഇതാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. അവർ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്താലും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാത്തിനെയും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു അറ്റാക്കിംഗ് മോഡിലാണ്. എന്ത് പറഞ്ഞിട്ടാണ് അവർ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അറ്റാക്ക് ചെയ്യുന്നത്? ദേ ബിലീവ് ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആരുടെ ഇൻട്രസ്റ്റിനെ മാത്രമാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? മെയിലിന്റെ മാത്രം ഇൻട്രസ്റ്റ്. ക്ലിയർ? സോ വിൽ ബി ലേണിംഗ് അബൌട്ട് ദം വെൻ ഇറ്റ് കംസ് ടു നമ്മളെ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ദർ വിൽ ബി ലേണിംഗ് അബൌട്ട് ദ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. അവിടെ ഇവിടെയൊക്കെ ഈ പെർസ്പെക്റ്റീവിന്റെ കുറച്ച് വ്യൂസ് നമ്മൾ പറയും. ഇപ്പം ഫാമിലി ചാപ്റ്ററിൽ കുറച്ച് വ്യൂസ് ഉണ്ട്, ഫെമിനിസ്റ്റ് വ്യൂസ് ഉണ്ട്. ബട്ട് മോസ്റ്റ്ലി നമ്മൾ ആ ഒരു ഫെമിനിസ്റ്റ് തിങ്കേഴ്സും അവരുടെ ഐഡിയാസിനെയും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലായിരിക്കും. ആൻഡ് ഫൈനലി interpretative approach. ഇന്റർപ്രറ്റേറ്റീവ് അപ്രോച്ച് എന്നോ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് എന്നോ രണ്ട് ടേം ഉപയോഗിച്ചാലും ഇറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, അതിപ്പം ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കാൻ പറ്റുന്ന ടേമാണ് പെർസ്പെക്റ്റീവ് ഓർ അപ്രോച്ച്. ഇപ്പോൾ ഫങ്ഷണലിസ്റ്റ് അപ്രോച്ച് എന്ന് വിളിക്കും, ഓർ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയും. ബോത്ത് ആർ സെയിം. നൗ ഇനി വെൻ ഇറ്റ് കംസ് ടു നമ്മളുടെ ഈ പറയുന്ന ഇന്റർപ്രറ്റേറ്റിവിസ്റ്റ് അപ്രോച്ച്, ഈ അപ്രോച്ചിനകത്തുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾ ജനറലി ഇപ്പോൾ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണെങ്കിലും ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണെങ്കിലും ഈ സൊസൈറ്റീനെ കൺസിഡർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് സൊസൈറ്റി ഒരു സ്റ്റാറ്റിക് റിയാലിറ്റി ആയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം, ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സംഭവം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് സംഭവം സിമ്പിളാണ്, പക്ഷെ പറയുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ഇപ്പം ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താ പറയുന്നത്? ഈ സൊസൈറ്റിയിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ? റിലീജിയൻ ഉണ്ട്, ഫാമിലി ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ റോൾ എന്താണ്? ഈ സൊസൈറ്റിയിൽ ഒരു ഓർഡർ കൊണ്ടുവരിക, സ്റ്റെബിലിറ്റി കൊണ്ടുവരിക അല്ലേ? സൊസൈറ്റിക്ക് പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അവരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഈ ഫംഗ്ഷൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പം അവരുടെ ഒരു വ്യൂ പോയിന്റിൽ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റാറ്റിക് ആയിട്ട് അവിടെ നിലനിൽക്കുന്ന ഒരു റിയാലിറ്റിയാണ് അല്ലേ?
മീനിങ് ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഫാമിലി ഉണ്ട്, റൈറ്റ്? ആ ടൈപ്പ് ഓഫ് ഫാമിലി സൊസൈറ്റിക്ക് ഫങ്ഷണൽ ആണ്, റൈറ്റ്? ഇനി ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ ചിന്തിക്കും എന്ന് നിങ്ങൾക്ക് തോന്നാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിക്കാം. ഓക്കെ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓരോ ആൾക്കാരും നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, ശരിക്കും റിയാലിറ്റി എന്ന് പറയുന്ന സംഭവം ഒബ്ജക്റ്റീവ് ആണോ സബ്ജക്റ്റീവ് ആണോ? സബ്ജക്റ്റീവ് ആണ് അല്ലേ? എന്താണ് റിയാലിറ്റി, എന്താണ് ഒബ്ജക്റ്റീവ്, എന്താണ് സബ്ജക്റ്റീവ് എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളവർക്ക് വേണ്ടി ഞാൻ പറയാം. എന്താണ് റിയാലിറ്റി എന്ന് പറയുന്നത്? പ്രസന്റ്. വാട്ട് ഈസ് റിയാലിറ്റി? അതാണ്, നമ്മൾ ചില വാക്കുകൾ നമ്മൾ ഒരിക്കലും നമുക്കത് അറിയാം, പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കിണഞ്ഞു പോകും. എന്താ റിയാലിറ്റി? നമ്മൾ കണ്ടിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, പിന്നെ വേറെന്തെങ്കിലും? നമ്മൾ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ സെൻസ് ഓർഗൻസ് വെച്ചിട്ട്. ഓക്കെ, എന്താണ് സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ? തിങ്സ് ദാറ്റ് വി ബിലീവ് ടു ബി ട്രൂ. ഓക്കെ, റിയാലിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ്, അല്ലേ? വിച്ച് വി ബിലീവ് ഇസ് ട്രൂ. നമ്മളെ ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്ന, നമ്മൾക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിയാലിറ്റി എന്ന് പറയുന്നത്. ഇന്ന് ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡ് ആണ് എന്നുള്ളത് നമ്മളൊരു സോഷ്യൽ റിയാലിറ്റി ആയി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്, അല്ലേ? അതിനെന്തുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ റിയാലിറ്റി എന്ന് വിളിക്കാൻ കാരണം? ഗ്ലോബലൈസേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം, ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പല വിസിബിൾ സൈൻസും നമ്മൾ കാണുന്നുണ്ട്. ആസ് എ റിസൾട്ട് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് റിയൽ, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് അറൗണ്ട് അസ്. ഇങ്ങനെ നമ്മളുടെ ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ, നമ്മൾ റിയൽ ആണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെ നമ്മൾക്ക് എന്ത് വിളിക്കാം? റിയാലിറ്റി എന്ന് വിളിക്കാം. ഐഡിയ മനസ്സിലായോ? അപ്പൊ നമ്മളെ ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്ന കാര്യങ്ങളെ നമ്മൾക്ക് റിയാലിറ്റി എന്ന് വളരെ സിമ്പിൾ ഫോമിൽ വിളിക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മളുടെ ചുറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജെൻഡർ ഇക്വാളിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള ഐഡിയോളജീസ് ആയിക്കോട്ടെ, അത് റൈറ്റ് വിങ് ഐഡിയോളജീസ് ആയിക്കോട്ടെ, ലെഫ്റ്റ് വിങ് ഐഡിയോളജീസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഐഡിയോളജീസ് എല്ലാം തന്നെ നമ്മളുടെ സോഷ്യൽ റിയാലിറ്റിയുടെ ഭാഗമല്ലേ? ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലേ ഇന്നത്തെ ഇന്ത്യ അല്ലെങ്കിൽ ഇന്നത്തെ ലോകം എന്ന് നമ്മൾ വിചാരിക്കുന്നത്, റൈറ്റ്? ഇതിനെയാണ് നമ്മൾ റിയാലിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി ഇത് ഒബ്ജക്റ്റീവ് ഓർ സബ്ജക്റ്റീവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഒരു റിയാലിറ്റി ഒബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നതിന്റെ അർത്ഥം, ഇറ്റ് മീൻസ് എല്ലാവർക്കും ആ റിയാലിറ്റി സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ ബോർഡ്, റൈറ്റ്, ഇത് ഒബ്ജക്റ്റീവ് ആണോ? ഈ ബോർഡ് ഒബ്ജക്റ്റീവ് ആണോ? ഈ ബോർഡ് എല്ലാവർക്കും ഒരേപോലെ തന്നെ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബോർഡ് കാണാലോ, റൈറ്റ്? അപ്പൊ ഇതൊരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണ്. എന്നാൽ ഈ ബോർഡിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന കളർ അതെന്തായിരിക്കും? സബ്ജക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ആ കളറിനെ പെർസീവ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ആംഗിൾ അനുസരിച്ചിട്ട് അതിന്റെ കളർ മാറാം, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കളറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ എന്തെങ്കിലും രീതിയിലുള്ള പെർസെപ്ഷനിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കളർ വ്യത്യാസം വരാം, അല്ലേ? ക്ലിയർ ആണോ? ഇപ്പൊ ഇതിന്റെ കളർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ കളർ? ബ്ലൂ. ഇപ്പൊ ഞാൻ ഇതിനെ ബ്ലൂ എന്നാ വിളിക്കുക. എന്നാൽ ഇതിനകത്ത് കുറച്ചും കൂടി കളർ സെൻസ് ഉള്ള ആൾക്കാർ ഇതിനെ പേർപ്പിൾ എന്ന് വിളിച്ചേക്കാം. പിന്നെയും കുറെ കാറ്റഗറി ഓഫ് കളേഴ്സ് ഉണ്ടല്ലോ. എനിക്ക് പ്രൈമറി കളേഴ്സേ അറിയുള്ളൂ. ഇത് ബ്ലൂ അല്ലേ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ഇത് വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തതേ ഉള്ളൂ. ഈ ബോർഡ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണെങ്കിലും ഇതിനകത്ത് എമിറ്റ് ചെയ്യുന്ന കളർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും നിങ്ങളുടെ ഒരു കളർ സെൻസ് അനുസരിച്ചിട്ടും പെർസെപ്ഷൻ അനുസരിച്ചിട്ടും മാറാം. ഓൾസോ നിങ്ങൾ ഇരിക്കുന്ന ആംഗിൾ അനുസരിച്ചിട്ടും ഇതിൽ വ്യത്യാസം വരാം, റൈറ്റ്? ഇതേപോലെയാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു മുറിവുണ്ട്. ഓക്കെ, ഒരു മുറിവുണ്ട്. മുറിവ് എന്താണ്? ഒബ്ജക്റ്റീവ് ആണോ സബ്ജക്റ്റീവ് ആണോ? അതൊരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണ്. കാരണം എല്ലാവർക്കും ആ മുറിവ് കാണാം, റൈറ്റ്? പക്ഷെ ആ മുറിവ് കൊണ്ടുണ്ടാവുന്ന വേദനയോ സബ്ജക്റ്റീവ് ആണ്. ചില ആളുകൾക്ക് പെയിൻ തീരെ സഹിക്കാൻ പറ്റാത്തപ്പോൾ അവർക്ക് ഒത്തിരി വേദന എന്ന് പറയും. ചില ആൾക്കാർക്ക് പെയിൻ ടോളറൻസ് കൂടുമ്പോൾ അവർ പറയും വലിയ വേദനയൊന്നുമില്ല, അല്ലെ? അത് സബ്ജക്റ്റീവ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ റിയാലിറ്റി ഒബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എല്ലാവരും ആ റിയാലിറ്റിയെ ഒരേപോലെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വിളിക്കാം റിയാലിറ്റി ഒബ്ജക്റ്റീവ് ആണ്.
എന്നാൽ ഓരോ ആൾക്കാരും അവരുടേതായ രീതിയിലാണ് ഈ റിയാലിറ്റിയെ മനസ്സിലാക്കുന്നതും റിയാലിറ്റി ഇങ്ങനെയാണെന്ന് അവർ വിചാരിക്കുന്നതും എങ്കിൽ റിയാലിറ്റി എന്താണ്? സബ്ജക്റ്റീവ് ആണ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഐഡിയ മനസ്സിലായോ? സെറ്റാണോ? ഇനി വീണ്ടും തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആയിക്കോട്ടെ, ഈ മൂന്ന് പെർസ്പെക്റ്റീവും റിയാലിറ്റീനെ ശരിക്കും ഏത് തരത്തിലാണ് കാണുന്നത്? സബ്ജക്റ്റീവ് ആയിട്ടാണോ ഒബ്ജക്റ്റീവ് ആയിട്ടാണോ? ഒബ്ജക്റ്റീവ് ആയിട്ടല്ലേ? കാരണം മാർക്സ് പറയാണ് ഒരു സൊസൈറ്റിയുടെ ബേസ് എന്ന് പറയുന്നത് മൊത്തം എക്കണോമിക് സിസ്റ്റം ആണ്. എക്കണോമിക് സിസ്റ്റം ആണ് ഈ സൊസൈറ്റിയിലുള്ള എല്ലാത്തിനും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറയുമ്പം അതൊരു ഒബ്ജക്റ്റീവ് ആയിട്ടല്ലേ പറയുന്നത്? ഓരോ ആൾക്കാർക്കും ഡിഫറെന്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലല്ലേ അത് സബ്ജക്റ്റീവ് ആവുള്ളൂ, അല്ലേ? ഇവിടെയുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തുള്ള എല്ലാവരെയും ബാധിക്കുന്ന മെയിൻ കാര്യമായിട്ട് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നത് എന്തിനാണ്? എക്കണോമിക് സിസ്റ്റം ആണ്. Meaning, they consider economic system as well as the society as an objective reality. പോയോ? ഒന്നുകൂടി പറയാം, സിമ്പിൾ. രണ്ട് രീതിയിൽ നമുക്ക് സൊസൈറ്റിനെ കാണാം. ഓക്കെ, ഇതൊന്നും സത്യം പറഞ്ഞാൽ ഈ സ്റ്റേജിൽ പറയേണ്ടതല്ല, പക്ഷെ ഇതിപ്പോഴേ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഇതിപ്പോഴേ എടുക്കുന്നത്. ബേസിക്കലി നമ്മളിങ്ങനെ മനസ്സിലാക്കുക, നമ്മളുടെ സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത്, നമ്മളെ ചുറ്റും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന നമ്മളുടെ റിയാലിറ്റി എന്ന് പറയുന്നതിനെ രണ്ട് രീതിയിൽ നമുക്ക് പെർസീവ് ചെയ്യാം. ഒന്നിക്കൽ നമ്മൾക്ക് പെർസീവ് ചെയ്യാം ഇതെല്ലാവർക്കും ഒരേപോലെയാണ് ഈ റിയാലിറ്റി. ഓക്കെ, അതിൻ്റെ ഉദാഹരണം പറയാം. ഒരു സോഷ്യൽ റിയാലിറ്റി എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ പറയും കേരളം ഇന്ത്യയിലെ നമ്പർ 1 ആണ്. ഓക്കെ, കേരളം സൂപ്പറാണ്, അല്ലേ? മലയാളം സിനിമയാണ് ഇന്ത്യയിലെ ഏറ്റവും അടിപൊളി മൂവി ഇൻഡസ്ട്രി എന്നപ്പോൾ നമ്മൾ പറയുന്നില്ലേ? അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഇത് ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത് ശരിക്കും ഒബ്ജക്റ്റീവ് ആണോ? അല്ല. നമ്മൾ കേരളത്തിൽ ജനിച്ചതുകൊണ്ടും നമുക്ക് ആ കേരളത്തിൻ്റെ അടുത്ത് ഒരു അഭിമാനം ഉള്ളതുകൊണ്ടും നമ്മൾ വിചാരിക്കും കേരളമാണ് ഇന്ത്യയിലെ നമ്പർ 1. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളം നമ്പർ 1 എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഒരു സ്റ്റേറ്റിനെ നമ്പർ 1 ആയി പ്രഖ്യാപിക്കാൻ, അല്ലേ? അതിന് വേണമെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ നമ്പേഴ്സ് എടുത്താൽ കേരളമാണ് നമ്പർ 1 എന്ന് പറയാം. എക്കണോമിക് ആസ്പെക്ട് എടുത്താൽ കേരളം നമ്പർ 1 ആണോ? അല്ല. കേരളം ശരിക്കും പറഞ്ഞാൽ പുവർ പെർഫോമിംഗ് ആണ് അത്യാവശ്യം, റൈറ്റ്? കടത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ കടം കുറെ വിഷയമായതാണല്ലോ, അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും കേരളം എന്താണ്? കുറച്ച് പിറകിലോട്ടല്ലേ? അപ്പൊ ഒരു ഇക്കണോമിക് മാറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കേരളം പിറകിലോട്ടാണ്. അൺഎംപ്ലോയ്മെന്റ് എടുത്താലോ അവിടെയും കേരളം പിറകിലോട്ടല്ലേ? അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളമാണ് ഇന്ത്യയിലെ നമ്പർ 1 എന്ന് ചോദിച്ചാൽ നമുക്ക് ഒബ്ജക്റ്റീവ്ലി യെസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമ്മൾ എന്താ ശരിക്കും ചെയ്യുന്നത്? സബ്ജക്റ്റീവ്ലി ആണ് നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അത് വിചാരിക്കുന്നത് എന്തായിട്ടാണ്? ഒബ്ജക്റ്റീവ് ആണ്, എല്ലാവർക്കും കേരളം നമ്പർ 1 ആണെന്നാണ്. ക്ലിയർ ആണോ? ഇതേപോലെ തന്നെയാണ് ഓരോ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും അവരുടെ മതത്തെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യാം? അതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നു, അതൊരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതെന്ത് മാത്രമാണ്? അവരുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റി മാത്രമാണ്. അവരതിനെ അങ്ങനെയാണ് പെർസീവ് ചെയ്തത്. ഈ ഒരു ഡിഫറൻസ് ആണ് സമൂഹത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ശരിക്കും സമൂഹത്തെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആണ്. അതുകൊണ്ടാണ് മാർക്സ് പറയുന്നത് ഈ സമൂഹത്തിലെ എല്ലാത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ത് മാത്രമാണ്? എക്കണോമിക് സിസ്റ്റം ആണ്. അതൊരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, എല്ലാത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരേ ഒരു ഐറ്റമേ ഉള്ളൂ, അത് എക്കണോമിക് സിസ്റ്റം ആണെന്ന് പറയുമ്പം അതൊരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആയി കാണിക്കുകയല്ലേ? പക്ഷെ എല്ലാവരെയും ഈ പറയുന്ന എക്കണോമിക് സിസ്റ്റം തന്നെ ബാധിക്കണം നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. മറ്റു ഫാക്ടേഴ്സും ആൾക്കാരെ ബാധിക്കുന്നില്ലേ? ഇപ്പൊ ഇന്ത്യന്റെ കേസ് എടുക്കുക. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം പ്യോർലി എക്കണോമിക് സിസ്റ്റം ആണോ ഇന്ത്യയിലുള്ള പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇന്ത്യയിൽ അതിനേക്കാളും വലിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട്, കാസ്റ്റ് എന്ന് പറയും, അല്ലേ? അതുകൊണ്ട് ജനറലി പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഇന്ത്യൻസ് ഡോണ്ട് എന്തേലും കാസ്റ്റ് വോട്ട്, ദേ വോട്ട് കാസ്റ്റ്, അല്ലേ? കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുന്നില്ലേ? അതുകൊണ്ട് ഇങ്ങനെ പറയുന്ന ഒരു പോപ്പുലർ ടേം ആണ് ഇത്, പോപ്പുലർ കോട്ടാണ്. ഇന്ത്യൻസ് ഡു നോട്ട് കാസ്റ്റ് വോട്ട്, ദേ വോട്ട് ദെയർ കാസ്റ്റ്, റൈറ്റ്? എല്ലാവരും അവരുടെ കാസ്റ്റിലുള്ള ആൾക്കാരെ ജയിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? ശ്രമിക്കുകയാണ്. അപ്പം ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം മാർക്സ് പറഞ്ഞതുപോലെ ഒരു എക്കണോമിക് ഫാക്ടറിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ സൊസൈറ്റിയിലുള്ള പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്? കാസ്റ്റ് ആണ്. അപ്പം തന്നെ മാർക്സ് തെറ്റിയില്ലേ? അപ്പം മാർക്സിന്റെ ആ ഐഡിയ ഒബ്ജക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ക്ലിയർ? അപ്പം ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എടുത്താലും ദേ ആർ ഓൾസോ ട്രീറ്റിംഗ് സൊസൈറ്റി ലൈക്ക് ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റി ആയിട്ടാണ് സൊസൈറ്റിനെ അവരും ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എടുക്കാം.
അവിടെയും ഒബ്ജക്റ്റീവ് ആയിട്ടല്ലേ ട്രീറ്റ് ചെയ്യുന്നത്. ദേ സേ ദാറ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്? മെയിലിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്? മെയിലിന്റെ ആണ്. ഇങ്ങനെ പറയുമ്പോഴും അതൊരു ഒബ്ജക്റ്റീവ് ആയിട്ടല്ലേ അവർ പറയുന്നത്, ഓവറോൾ ആയിട്ട് എല്ലാവർക്കും ഇതേപോലെയാണ്. പക്ഷേ നമ്മളുടെ സ്വന്തം ഇന്റർപ്രിറ്റേറ്റീവ് അപ്രോച്ച് പറയാണ്, എന്നാൽ ഒരിക്കലും ഈ സൊസൈറ്റിയെയും ഈ സൊസൈറ്റിയിലുള്ള കാര്യങ്ങളെയും നമ്മൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. മറിച്ച് സൊസൈറ്റിയിലുള്ള കാര്യങ്ങളെ ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറയാം. ഞാൻ എന്ന വ്യക്തി ഓക്കെ എൻ്റെതായ സർട്ടൻ ചുറ്റുപാടുകളെ ബേസ് ചെയ്തിട്ടും എൻ്റെതായ ലൈഫിലുള്ള വേരിയസ് എക്സ്പീരിയൻസസിനെ ബേസ് ചെയ്തിട്ടുമാണ് പല സിറ്റുവേഷൻസിലും ഞാൻ ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെ തന്നെ ആയിരിക്കുമോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത്? അല്ല. ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ദേഹത്ത് ആരെങ്കിലും വെള്ളം മറിക്കുകയോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മറിച്ചു എന്ന് വിചാരിക്കുക, അല്ലേ? അങ്ങനെ സംഭവിച്ചാൽ ചില ആളുകളുടെ റെസ്പോൺസ് എന്തായിരിക്കും? ദേഷ്യം. ഇപ്പൊ പായസമൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും. ഓക്കെ, അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും? ചില ആൾക്കാർക്ക് ദേഷ്യം വരും, അല്ലെ? ചില ആൾക്കാർ എന്ത് ചെയ്യും? ദേഷ്യം വരുമെങ്കിലും പുറത്ത് കാണിക്കാതെ അടക്കി പിടിച്ചിരിക്കും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഉള്ളിന്നും പുറത്തും ഒന്നും ദേഷ്യം വരില്ല, അല്ലെ? ഇങ്ങനെ പായസം പറഞ്ഞിട്ട് ചിലപ്പോൾ പായസമല്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊലപാതകം വരെ നടന്നെന്ന് വരാം. നമ്മളെ നാട്ടിലെ കേസാണല്ലോ. ഇന്നത്തെ ഞാൻ പത്രത്തിൽ കണ്ട്, ആരോ ഒരാൾ ബൈക്കിന്റെ പെട്രോൾ തീർന്ന് പുതിയ പെട്രോൾ ഒഴിച്ചിട്ട് ബൈക്ക് ഇങ്ങനെ സ്റ്റാർട്ടാക്കിയപ്പോൾ കുറെ ഇങ്ങനെ റേസ് ചെയ്യുമല്ലോ പെട്രോൾ ഫുൾ എത്താൻ. ആ പേരിൽ തമ്മിൽ വഴക്കായിട്ട് വേറൊരാൾ കൊന്നു. വേറെ എവിടെയല്ല, കേരളത്തിൽ തന്നെ, ഇവിടെ ട്രിവാൻഡ്രത്ത് എവിടെയാണ്. ഓക്കെ, അപ്പം എന്നാൽ എൻ്റെ വീട്ടിന്റെ മുന്നിൽ വന്ന ഒരാൾ ബൈക്ക് അങ്ങനെ ആക്കി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആളെ പോയി കൊല്ലുവോ? ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൊസൈറ്റിയിലുള്ള കാര്യങ്ങളെ നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് ഒബ്ജക്റ്റീവായിട്ട് പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാരും അവരുടേതായ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അവരുടേതായ എക്സ്പീരിയൻസസും അവരുടേതായ ചുറ്റുപാടുകൾ, എൻവയൺമെന്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ആൾക്കാരും ബിഹേവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മാർക്സിസം ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഫങ്ഷണലിസം ചെയ്യുന്നത് പോലെയോ എല്ലാവരും ഇങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള ബ്ലാങ്കറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ സോഷ്യോളജിയിൽ പോസിബിൾ അല്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇന്റർപ്രിറ്റേറ്റീവ്. ചോദിച്ചോ? ആ കറക്റ്റ്. അതെ, ഇപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പം വിമന്റെ മൊത്തത്തിൽ അടിച്ചമർത്തുന്നതാണ് ഫാമിലി എന്ന് പറയുമ്പം നമ്മൾ അതൊരു ബ്ലാങ്കറ്റ് ആയിട്ട് വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റി പോലെയാണ് പറയുന്നത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഇന്റർപ്രിറ്റേറ്റീവ് അപ്രോച്ച് അവർ പറയുന്നത് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെ ബ്ലാങ്കറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും ആ സിസ്റ്റം പെർസീവ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ചില സ്ത്രീകൾക്ക് ഇത് പ്രശ്നമേ ആയിരിക്കണം എന്നില്ല. ദേ മൈറ്റ് എൻജോയ് ഡൂയിങ് ദാറ്റ്, അല്ലേ? എന്നാൽ ചില സ്ത്രീകൾക്ക് ഇതിനകത്ത് ഒത്തിരി അധികം വിരോധം ഉണ്ടാവാം, റൈറ്റ്? അപ്പം ഇങ്ങനെ കുറെ വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നിനെയും അങ്ങനെ ബ്ലാങ്കറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റില്ല. എല്ലാം നമ്മൾ പഠിക്കേണ്ടത് ഏത് ലെവലിലാണ്? ഇൻഡിവിജ്വൽ ലെവലിലാണ്. ഇൻഡിവിജ്വൽസ് അതിനെങ്ങനെ പെർസീവ് ചെയ്യുന്നു, റൈറ്റ്? അപ്പൊ അവര് ഓവറോൾ സൊസൈറ്റിനെ പഠിക്കുന്നതിന് പകരം അവരെന്താ ചെയ്യാൻ പോകുന്നത്? ഓരോ ഇൻഡിവിജ്വൽസും അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് മൊത്തത്തിൽ പഠിച്ചതിന് ശേഷം അതിനെ ജനറലൈസ് ചെയ്യാൻ നോക്കും. ക്ലിയർ ആണോ? ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ, ഇഫ് സപ്പോസ് ഐ വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ഓർ സ്റ്റഡി അബൌട്ട് എന്തെങ്കിലും ഇപ്പോഴത്തെ ഒരു കോണ്ടംപററി എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെപ്പോൾ പറയാം? ഓക്കെ, ഇപ്പം സോഷ്യൽ മീഡിയ അഡിക്ഷനെ കുറിച്ചിട്ട് ഞാനൊരു സ്റ്റഡി നടത്തുകയാണ്. ഓക്കെ, ഞാൻ അതിനായിട്ട് വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് ഞാൻ അതിനെ പഠിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കുറേ ഒബ്ജക്റ്റീവായിട്ടുള്ള റീസൺസ് കണ്ടുപിടിക്കും. ഒന്ന് ഞാൻ പറയും എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ അഡിക്ഷൻ കൂടുന്നു. ഒന്ന്, മൊബൈൽ ഫോൺസ് എല്ലാവർക്കും ആക്സസിബിൾ ആയി, അഫോർഡബിൾ ആയി, ഡേറ്റ ഭയങ്കര ചീപ്പാണ് ഇന്ത്യയിൽ, അല്ലേ? മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നു, ഇപ്പം പഴയ പോലുള്ള ഓപ്പൺ സ്പേസസ് ആളുകൾക്കില്ല, അല്ലേ? ഒരു സോഷ്യലൈസ് ചെയ്യാൻ പറ്റിയ ഓപ്പൺ സ്പേസസ് കുറവാണ്.
അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലും സോഷ്യലൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എവിടുന്നാണ്? വീട്ടിലിരുന്ന് ഫോണിലൂടെ സോഷ്യലൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു അല്ലേ? ഇങ്ങനെ കുറേ റീസൺസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റീവായിട്ട് അതിനെ കാണുന്ന രീതിയാണ്. മറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഓരോ ആൾക്കാരുടെ അടുത്തും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നു? അപ്പം നിങ്ങൾ അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന മീനിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഇതിനകത്ത് ചില ആളുകൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ടെങ്കിൽ പോലും ആ സോഷ്യൽ മീഡിയനെ അവർ ഉപയോഗിക്കുന്ന രീതി ചിലപ്പോൾ എന്തായിരിക്കാം? ഫങ്ഷണൽ ആയിട്ടായിരിക്കാം അല്ലേ? പോസിറ്റീവായിട്ടായിരിക്കാം. ചില ആൾക്കാർ അതിനെ അവർക്കുള്ള വേറെന്തെങ്കിലും പ്രശ്നത്തിൽ നിന്നുള്ള ഒരു എസ്കേപ്പിസം ആയിട്ടായിരിക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. റൈറ്റ്? ചില ആൾക്കാർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് അവർക്കൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. റൈറ്റ്? കുറേ ഫോളോവേഴ്സും കുറേ സംഭവങ്ങളൊക്കെ ആകുമ്പോൾ അതൊരു ഐഡന്റിറ്റി ആയി മാറാനായിരിക്കാം. അപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഒരേ അർത്ഥത്തിലാണോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്? അല്ല. പലരും അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന മീനിങ് ഡിഫറെൻ്റ് അല്ലേ? ഞാൻ ഉപയോഗിക്കുന്ന മീനിങ് അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന മീനിങ് ഓർ റീസൺ മൈറ്റ് നോട്ട് ബി ദ റീസൺ ബൈ വിച്ച് യു ആർ യൂസിങ് ഇറ്റ് അല്ലേ? ഇറ്റ് മൈറ്റ് ബി ഡിഫറെൻറ്റ്. ഇങ്ങനെ എല്ലാത്തിനെയും വളരെ സബ്ജക്റ്റീവായി പഠിക്കുന്ന ഒരു പെർസ്പെക്റ്റീവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? Interpretative perspective. They are trying to interpret the meanings that individuals attach to their actions. വെറുതെ ബ്ലാങ്കറ്റ് ആയിട്ട് പറയുന്നതിന് പകരം ഓരോ ഇൻഡിവിജ്വലും എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അതാണ്. They try to interpret the meanings individuals attach to their actions. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. They try to interpret the meanings individuals attach to their actions. Okay? Clear? Okay അല്ലേ? ഇതുവഴി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? They are able to understand society from ഒരു സബ്ജക്റ്റീവ് ലെവലിൽ മനസ്സിലാക്കാൻ പറ്റുന്നു. ക്ലിയർ അല്ലേ? ഇതൊക്കെ പല ഡിഫറെൻ്റ് ആംഗിളിൽ എങ്ങനെ നമ്മൾ സൊസൈറ്റിനെ പഠിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ശരിക്കും ഇപ്പം സോഷ്യോളജിക്കൽ സ്റ്റഡീസ് നടക്കുന്നത് കൂടുതലും ഒരു മിക്സ് ഓഫ് ഇൻഡിവിജ്വൽ ലെവലും അതേപോലെ ഓവറോൾ സൊസൈറ്റിയൽ ലെവലുമായിട്ട് മിക്സ് ആയിട്ടാണ് പഠിക്കുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം സൊസൈറ്റിയിൽ ഈ ഒരു പെർസ്പെക്റ്റീവിൻ്റെ ഇതനുസരിച്ച് ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു ക്രൈം നടന്നു എന്ന് വിചാരിക്കാം. ആ ക്രൈം നടത്തിയ ആളെ നമ്മൾ സബ്ജക്റ്റീവായിട്ട് അവർ എന്ത് മീനിങ് ആണ് ആ ക്രൈമിൽ അറ്റാച്ച് ചെയ്തതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഇൻ്റർപ്രിറ്റേറ്റീവ് അപ്രോച്ചിൻ്റെ ഒരു ലക്ഷ്യം. ഇത് കൈൻഡ് ഓഫ് നമ്മളെ സൈക്കോളജി ഇല്ലേ, അതുമായിട്ട് ക്ലോസർ ആണ്. സൈക്കോളജി അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും സൈക്കോളജിക്കൽ അനാലിസിസ് ആണ് നടത്തുന്നത്. സോ സോഷ്യോളജിയിൽ കുറച്ചും കൂടി സൈക്കോളജിയായി അടുത്തോട്ട് നിൽക്കുന്ന ഒരു സ്ട്രീം ഓഫ് ഒരു പെർസ്പെക്റ്റീവ് ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റർപ്രിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയാം. ഓക്കെ, ഇവരുടെ തോട്ട്സ് ഒക്കെ വളരെയധികം കോമഡിയാണ്. അതിനകത്ത് എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടുമല്ലോ. അതായത് ഇതെല്ലാവരും വെറുതെ ശ്രദ്ധിക്കുക, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനെല്ലാം അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഇതിനകത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജി ലെവൽ വ്യൂ പോയിന്റ് ആണ്, വിച്ച് ഇസ് നമ്മൾ കടമെടുത്തു സോഷ്യോളജിയിലേക്ക്. ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. CH കൂലി എന്ന് പറയുന്ന ഒരാളുടെയാണ്. ഓക്കെ, ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്. ഓക്കെ, ഈ ഒരു വ്യൂ പോയിന്റിൽ പറയുന്നത് ഇത് ജസ്റ്റ് ഫോർ ഫൺ, ആ ഒരു പെർസ്പെക്റ്റീവിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി അതിനകത്തുള്ള ഒരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇതിനകത്ത് പറയുന്നത് ലുക്കിംഗ് ഗ്ലാസ് സെൽഫ് തിങ്കറിന്റെ പേരാണോ? കൂലി നമ്പർ 1. ഓക്കെ, ക്ലിയർ? അപ്പോൾ പുള്ളി പറയുന്നത്, നിങ്ങൾ ആരാണെന്ന് നിങ്ങളടുത്ത് ചോദിച്ചാൽ, താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ ആ സംഭവം തന്നെയാണ് ശരിക്കും. ഓക്കെ, നിങ്ങൾ ആരാണെന്ന് നിങ്ങളടുത്ത് ചോദിച്ചാൽ, ഓക്കെ, നിങ്ങൾ ശരിക്കും ഈ പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ധാരണ എന്ന് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ള ധാരണയുടെ ഒരു ടോട്ടാലിറ്റിയാണ്.
ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം. കുറച്ചും കൂടി കിളി പോകണമെങ്കിൽ ഇവർ പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. They say that you are not what you think you are. You are not what I think you are. You are what you think I think you are. ഓക്കെ, സംഭവം സിമ്പിളാണ്. ആ, കറക്റ്റാണ്. ഇത് തെറ്റൊന്നും ഞാൻ പറയില്ല, ഭയങ്കര കറക്റ്റാണ്. സംഭവം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ അടിപൊളിയാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ ഉള്ളിലുണ്ടാവുന്ന ധാരണ എങ്ങനെയാ? എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാണ്, നിങ്ങൾ ഭയങ്കര അടിപൊളിയാണ്, നിങ്ങൾ ഭയങ്കര സൂപ്പറാണ് എന്നൊക്കെ പറയുമ്പം എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ, അപ്പം ഞാൻ അടിപൊളിയാണ്. കാരണം എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും എന്ത് പറയുന്നുണ്ട്? ഞാൻ അടിപൊളിയാണെന്ന് പറയുന്നു, അല്ലേ? ഇങ്ങനെയല്ലേ ഒരു പരിധിവരെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നെ വരുന്നത്. ബേസ്ഡ് ഓൺ എന്താണ്? മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ള നിങ്ങളുടെ അറിവിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് തന്നെയുള്ള ഒരു ധാരണ. റൈറ്റ്? ഇപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളടുത്ത് പറയാണ്, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പം നിങ്ങളെ ചെറുപ്പത്തിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങളൊരു നല്ല സ്റ്റുഡൻ്റ് ആണോ ആവറേജ് സ്റ്റുഡൻ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന രണ്ട് ബേസിസിലാണ്. ഒന്ന്, നിങ്ങൾക്ക് കിട്ടുന്ന വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മാർക്സ് എന്ന് പറയുന്ന സാധനവും, രണ്ടാമത്തത് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കുള്ള ധാരണ. ഇതിന്റെ രണ്ടിന്റെ ഒരു മിക്സ് ആയിരിക്കും നിങ്ങൾ അക്കാഡമിക്കലി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഉള്ള ഒരു അറിവ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇപ്പോൾ എനിക്കൊരു പേര് ദോഷം വരാത്ത രീതിയിലുള്ള എന്തെങ്കിലും പറയണമല്ലോ, സാങ്കല്പിക എക്സാമ്പിളിലേക്ക് പോവാം. ഓക്കെ, അതായത് ഇപ്പം ഓക്കെ, നിങ്ങൾ ഇപ്പം പറയാണ്, നിങ്ങളുടെ ഇപ്പം നിങ്ങളെ വീട്ടിൽ നിന്ന് പറയാണ്, ഓക്കെ, നിങ്ങൾ വളരെ അധികം മടിയുള്ള ഒരാളാണെന്ന്. ഓക്കെ, നിങ്ങളുടെ പേരൻസ് പറയുന്നു, ഓ, നിന്റെ അടുത്ത് പറഞ്ഞ ഒന്നും നടക്കില്ല, നീ ഭയങ്കര മടിയാണ്, നീ അത് ചെയ്യില്ല എന്ന് പറയുന്നു. നിങ്ങളുടെ റിലേറ്റീവ്സ് അങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ധാരണ എന്തായിരിക്കും? നിങ്ങൾ വളരെയധികം ലേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതല്ലേ? റൈറ്റ്? നിങ്ങളുടെ സ്വഭാവം നല്ലതാണോ മോശമാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നതും എങ്ങനെയാണ്? നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് തരുന്നുണ്ടാവും. അല്ലെങ്കിൽ അവർ നമ്മളുടെ സ്വഭാവത്തെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നമ്മളുടെ ഒരു ധാരണ ഉണ്ടാവും. ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി അല്ലേ നമ്മൾക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഐഡിയ. റൈറ്റ്? അതുകൊണ്ടാണ് ഈ കോൺസെപ്റ്റിന് എന്ത് വിളിക്കുന്നത്? ലുക്കിംഗ് ഗ്ലാസ് സെൽഫ്. മീനിങ്, നിങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ സെൽഫ് എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് അവരൊരു കണ്ണാടിയായി നിന്ന് ആ കണ്ണാടിയിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചു നോക്കി കാണുന്നതാണ് നിങ്ങളുടെ സെൽഫ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഒരു മിറർ ആണെന്ന് വിചാരിക്കുക. ആ മിറർ നിങ്ങൾക്ക് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം. ഈ അഭിപ്രായങ്ങളുടെ ടോട്ടാലിറ്റിയാണ് നിങ്ങളെ കുറിച്ച് നിങ്ങൾക്കുള്ള ധാരണ. ഒപ്പീനിയൻ ശരിയാവണം നിർബന്ധമില്ല, പക്ഷെ ആ ഒപ്പീനിയൻ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സെൽഫ് അങ്ങനെയാണെന്ന് നിങ്ങൾ ധരിക്കും. സബ്ജക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഒബ്വിയസ്ലി ഇത് വളരെ സബ്ജക്റ്റീവ്. ആൻഡ് വൺസ് ഈ ഒരു ഐഡിയ ഓഫ് സെൽഫ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് അത് മാറ്റാൻ പറ്റില്ല എന്നൊന്നുമില്ല. അത് ആൾക്കാരുടെ ഒപ്പീനിയൻ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഐഡിയ ഓഫ് സെൽഫ് എന്ത് ചെയ്യാം? മാറാം, അല്ലേ? ഇപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ വളരെ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്ന് ധരിക്കുന്ന ആൾക്കാർ പിന്നീട് വളരെ ബ്രില്യൻ സ്റ്റുഡൻസ് ആയി മാറുന്നില്ലേ? അതെങ്ങനെയാണ്? ഇതേപോലെ അവരുടെ ധാരണകൾ മാറുന്നതും അതിനെ ബേസ് ചെയ്തിട്ട് അവർ കൂടുതൽ കഷ്ടപ്പെടുമ്പോഴത്തേക്ക് അവരെന്താവും? കൂടുതൽ ബെറ്റർ ആവും. ആണ്. അതെ, ഈ എക്സ്റ്റേണൽ വാലിഡേഷന്റെ ലാക്ക് എന്ന് പറയുന്നത്, അതായത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇന്റർപ്രിറ്റേറ്റീവ് അപ്രോച്ച് അനുസരിച്ച് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താണ്? ഐഡന്റിറ്റി, നമ്മളെ സെൽഫ്, അല്ലേ? ഈ സെൽഫും നമ്മളുടെ ഐഡന്റിറ്റീനെയും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ വാലിഡേഷൻ കിട്ടാതിരിക്കുമ്പം നമുക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് വരാം. ഈ ഐഡന്റിറ്റി ക്രൈസിസ് വരുന്നതാണ് ഈ ഹൈ അച്ചീവേഴ്സ് അഡൽട്ട്ഹുഡിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് ഗ്യാപ്പ് വരുന്നതൊക്കെ. കാരണം അത്രയും കാലം അവർക്ക് പുറത്തുനിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിനകത്ത് അവർക്ക് നല്ല വാലിഡേഷൻ കിട്ടി അവരുടെ സെൽഫിനെ വീണ്ടും വീണ്ടും റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു.
ഒരു പോയിന്റ് എത്തുമ്പോൾ അത് നടക്കാതിരിക്കുമ്പോൾ എന്ത് പറ്റും? അവരുടെ ഐഡന്റിറ്റി, അവരുടെ സെൽഫിൽ ഒരു ഗ്യാപ്പ് വരും. എന്നെ മനസ്സിലായല്ലോ? ഇതാണ് ഈ ഒരു പെർസ്പെക്റ്റീവ്. ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത് അങ്ങനെ വളരെ 100% ശരിയാണെന്നും ഞാനും പറയില്ല. ബട്ട് ഇഫ് യു ഹാവ് എനി ഡൗട്ട്, മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓൺലൈൻ, ഓഫ്ലൈൻ? ചോദിച്ചോ. മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് സർ ഒബ്ജക്റ്റീവ് ആണല്ലേ പറഞ്ഞത്? അതെ. പക്ഷെ മാർക്സ് ലൈക്ക് കളക്റ്റീവ് ആക്ഷന്റെ കാര്യവും അതുപോലെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെ കാര്യവും ഒക്കെ പറയുന്നില്ലേ? അപ്പൊ എങ്ങനെ അത് നമുക്കൊരു പാരലലി നമുക്കത് സബ്ജക്റ്റീവ് ആണെന്നും കൂടി പറയേണ്ടി വരില്ലേ? ഇവിടെ നമ്മൾ ഈ സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ് എന്നുള്ള ഡിസ്കഷനിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബേസ്ഡ് ഓൺ പുള്ളി റെവല്യൂഷനെ കുറിച്ച് പറയുമ്പോഴും പുള്ളി എന്താ പറയുന്നത്? ക്യാപിറ്റലിസം മുന്നോട്ടേക്ക് പോകും. ഓക്കെ, ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞ ഹാവ് നോട്ട്സ് ഉണ്ടല്ലോ, ആ ഹാവ് നോട്ട്സിന്റെ ഫോൾസ് കോൺഷ്യസ്നെസ് മാറും. അവർക്ക് എന്ത് കിട്ടും? റൈറ്റ് കോൺഷ്യസ്നെസ് കിട്ടും. ഈ റൈറ്റ് കോൺഷ്യസ്നെസ് കിട്ടുന്ന ആ പോയിന്റിൽ ഈ പറയുന്ന എല്ലാ പ്രൊലറ്റേറിയറ്റ്സും എല്ലാ ഹാവ് നോട്ട്സും ഒരുമിച്ച് കൂടുകയും അവരുടെ ഈ പറയുന്ന മോശം സിറ്റുവേഷന് റീസൺ ആയിട്ടുള്ള ക്യാപിറ്റലിസ്റ്റുകൾക്കെതിരെ അവരൊരു റെവല്യൂഷൻ നടത്തും എന്ന് പറയുന്നു. ഇതും മാർക്സ് പറയുന്നത് വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടല്ലേ പറയുന്നത്? എല്ലാവർക്കും ആ റൈറ്റ് കോൺഷ്യസ്നെസ് കിട്ടും. അങ്ങനെ റൈറ്റ് കോൺഷ്യസ്നെസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും തെരുവിലിറങ്ങും, എല്ലാവരും കൂടി ക്യാപിറ്റലിസ്റ്റിനെ അടിച്ചൊതുക്കും. മാർക്സ് പറഞ്ഞത് ഒരു ബ്ലഡ് ഷെഡ് ഉണ്ടാവുന്ന പറഞ്ഞു, ഒരു ബ്ലഡി റെവല്യൂഷൻ ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. ഓക്കെ, രക്തച്ചൊരിച്ചൽ ഉണ്ടാവുന്ന റെവല്യൂഷൻ. അപ്പം ശരിക്കും നാളെ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിയിലുള്ള മുതലാളിമാർ നിങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്ന് ഇപ്പൊ പലർക്കും അറിയാം. ഇനി അത് ഭയങ്കരം എവിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി നിരിക്കട്ടെ, നിങ്ങൾ നാളെ പോയി വാളെടുക്കുവോ? ഇല്ല, പിന്നെ ചെയ്യാന്ന് വിചാരിക്കും അല്ലേ? എല്ലാവരും അങ്ങനെ നിരത്തിലിറങ്ങണം എന്നുണ്ടോ? ഇല്ല. അപ്പൊ മാർക്സ് പറയുന്നത് എല്ലാവരും ഇറങ്ങും, പക്ഷെ എല്ലാവരും ഇറങ്ങുന്നുണ്ടോ? ഇല്ല. എല്ലാവരും ഈ പറയുന്ന എക്സ്പ്ലോയിറ്റേഷന് ഓരോ ആൾക്കാരും കൺസിഡർ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. അതനുസരിച്ചിട്ട് അവർ അതിന് അറ്റാച്ച് ചെയ്യുന്ന മീനിങ്സ് മാറാം, അതിനനുസരിച്ച് അവരുടെ ആക്ഷൻ മാറാം. ഇതാണ് ഇന്റർപ്രിറ്റേറ്റീവ് അപ്രോച്ച് പറയുന്നത്. അപ്പൊ മാർക്സ് ഒബ്ജക്റ്റീവ് ആണ് നമ്മൾ പറയുന്നത് ആ ഒരു ആംഗിളിലാണ്. മാർക്സ് എല്ലാത്തിനെയും ബ്ലാങ്കറ്റ് ആയിട്ട് എല്ലാവരും ഇങ്ങനെയായിരിക്കും ചെയ്യുക, എല്ലാം ഇങ്ങനെയാണ് നടക്കുക എന്ന് പറയുന്നതാണ്. എന്നാൽ ഇവർ പറയുന്ന അങ്ങനെയല്ല, നമുക്ക് എല്ലാത്തിനെയും അങ്ങനെ എല്ലാവരും അതേപോലെ ചെയ്യണമെന്നില്ല. അവിടെ സബ്ജക്റ്റിവിറ്റി ഉണ്ട്. ഓരോ ഇൻഡിവിജ്വൽസും അവരുടേതായ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക. ക്ലിയർ? ഇപ്പം ക്ലിയർ ആണോ? ഈ ഒബ്ജക്റ്റിവിറ്റി സബ്ജക്റ്റിവിറ്റി ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4 ഇമ്പോർട്ടൻറ്റ് പെർസ്പെക്റ്റീവ്സ്: ഇന്റർപ്രിറ്റേറ്റീവ് അപ്രോച്ച്, ഫെമിനിസ്റ്റ് അപ്രോച്ച്, ഫങ്ഷണലിസ്റ്റ് ആൻഡ് മാർക്സിസ്റ്റ് അപ്രോച്ച്. ഇതെല്ലാം ക്ലിയർ ആണല്ലോ? ബിക്കോസ് ഈ 4 അപ്രോച്ചസ് നമ്മളുടെ ക്ലാസ് തുടങ്ങുന്ന തൊട്ടിട്ട് പേപ്പർ 1 തീരുന്നത് വരെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യും. ഇതിനകത്ത് അഡീഷണൽ ഇൻഫർമേഷൻസ് നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഫോർ ടൈം ബീങ് ഒരു ബേസ് ഇതാണ്. ഇന്റർപ്രിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് they try to interpret the meanings that the actors attach to their actions. They try to interpret the meanings that the actors attaches to their action. All right. So now നമുക്ക് തിരിച്ച് ഫാമിലിയിലേക്ക് തിരിച്ചു വരാം. Now when it comes to family, നമ്മൾ ആൻസർ റൈറ്റിങ്ങിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് ഇവിടെ തൊട്ടിട്ട് അങ്ങോട്ട് നമ്മൾ പഠിക്കേണ്ടതെല്ലാം ഒരു ആൻസർ റൈറ്റിംഗ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ പഠിക്കാൻ. സി വെൻ ഇറ്റ് കംസ് ടു സോഷ്യോളജി ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു ആൻസർ എഴുതുമ്പം അതിന് നിങ്ങൾക്ക് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്ര പാർട്സ് ഉണ്ട് എന്നാണ് നിങ്ങൾ GS ക്ലാസ്സസിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. 3 പാർട്ട് ഉണ്ട്. എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. റൈറ്റ്? വെൻ ഇറ്റ് കംസ് ടു GS നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്തൊക്കെ എഴുതാനാണ് പറയുന്നത്? ഡെഫിനിഷൻ, ഒരു സ്റ്റാറ്റ്സ് എഴുതാം, ആസ് വെൽ ആസ് ഒരു ബാക്ക്ഗ്രൗണ്ട് എഴുതാം, ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പോലെ എഴുതാം, അല്ലെങ്കിൽ കോൺടെമ്പററി റെലവൻസ് ഒക്കെ വെച്ചിട്ട് തുടങ്ങാം.
പക്ഷെ when it comes to sociology, ഏറ്റവും safest and best option is for you to start is with definition. Okay, കാരണം എന്തൊരു ക്വസ്റ്റ്യൻ എടുത്താലും ആ ക്വസ്റ്റ്യനിൽ ഒരു കീ ടേം ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് UPSC is asking a question related to family, the best way to start your answer is by defining family. ഐഡിയ മനസ്സിലായോ? ഇപ്പൊ പേപ്പർ 1 എസ്പെഷ്യലി നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്ത് പഠിച്ചെഴുതണം എന്ന് പറയുന്ന ഒരു കാര്യം ഇസ് ഡെഫിനിഷൻസ്. ഈ ഡെഫിനിഷൻ എന്ന് പറയുമ്പം വള്ളി പുള്ളി തെറ്റാതെ നിങ്ങൾ ഡെഫിനിഷൻ പഠിക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ഏതാണ്ട് അതേ രൂപത്തിൽ എഴുതാൻ ശ്രമിക്കുക. കുറച്ച് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വിചാരിച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ഒരിക്കലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് GP മെർഡോക്ക് എന്ന് പറയുന്ന ഈ തിങ്കറിന്റെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഇതിന്റെ റീസൺ എന്താണ്? ഈ GP മെർഡോക്ക് ആണ് ഫാമിലിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ചൊരു വ്യക്തി. ഈ സ്റ്റഡീഡ് മോർ ദാൻ 250 ഡിഫറെന്റ് സൊസൈറ്റീസ് അക്രോസ് ദ ഗ്ലോബ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പുള്ളിയുടെ ഒരു ഫാമിലിയുടെ ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ പുള്ളിയുടെ അടുത്തുള്ള ആദരവ് എന്നുള്ള രീതിയിൽ, പുള്ളിയുടെ റെസ്പെക്ട് കാണിക്കാൻ നമ്മൾ ജനറലി സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? പുള്ളിയുടെ ഡെഫിനിഷൻ എഴുതാനാണ്. ഓക്കെ, നൗ ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇതേപോലെ വേർഡ് ബൈ വേർഡ് എഴുതുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് റൈറ്റിംഗ് GP മെർഡോക്ക് ഡിഫൈൻ ഫാമിലി ആസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇഫ് സപ്പോസ് നിങ്ങൾക്ക് വള്ളി പുള്ളി തെറ്റാതെ ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അക്കോർഡിംഗ് ടു GP മെർഡോക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അതിനെ നിങ്ങളതായ ലാംഗ്വേജിൽ നിന്ന് ഞാൻ പറയില്ല, പക്ഷെ അത്യാവശ്യം ഈ മേജർ കീവേഡ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എഴുതാം. ക്ലിയർ ആണോ? രണ്ടാണെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇനി ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ കൂടി ഞാൻ പറയാം. UPSCയുടെ മെയിൻസിൽ എസ്പെഷ്യലി ഇപ്പോൾ എനിക്ക് സോഷ്യോളജിനെ കുറിച്ചിട്ട് പറയാൻ പറ്റും, ഓപ്ഷണലിനെ കുറിച്ച് പറയാൻ പറ്റും. ഓപ്ഷണലിൻ്റെ കേസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങളുടെ 1 മാർക്ക് ഇസ് ഫോർ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, 1 മാർക്ക് ഇസ് ഫോർ കൺക്ലൂഷൻ. ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം. UPSCക്ക് നമ്മളുടെ കോളേജിലെ പോലെ 1/2 മാർക്കിന്റെ പരിപാടി ഇല്ല. ഓക്കെ, 1/2 മാർക്ക് എന്ന് പറയുന്ന ഒരു മാർക്ക് അവർ അവോർഡ് ചെയ്യില്ല. അവർക്ക് റൗണ്ട് ഫിഗേഴ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് മെയിൻസിന്റെ മാർക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 89.5 ഒന്നും കാണില്ല, അല്ലേ? ഹോൾ നമ്പേഴ്സേ ഉള്ളൂ. സോ ബേസിക്കലി അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഹിറ്റ് ഓർ മിസ് ആണ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. നന്നേ പോക്കാണെങ്കിൽ നിങ്ങൾക്ക് അതിന് 0 കിട്ടും. ഇതിന്റെ നടുവിലില്ല. അതുകൊണ്ട് GP മെർഡോക്കിന്റെ ഡെഫിനിഷൻ അതേപോലെ എഴുതിയാലും, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു GP മെർഡോക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വായിച്ചാൽ GP മെർഡോക്കിന്റെ ഡെഫിനിഷൻ ആണെന്ന് തോന്നുന്ന രീതിയിൽ എഴുതിയാലും നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അതിന്റെ മുകളിൽ കിട്ടാനില്ല, അതിന്റെ താഴേക്ക് പോകാനും ഇല്ല. ക്ലിയർ ആണോ? ഐഡിയ മനസ്സിലായല്ലോ? സോ ആസ് എ റിസൾട്ട് യു ഹാവ് ടു ലേൺ, എല്ലാത്തിനും ഒരു ഡെഫിനിഷൻ പഠിക്കുക. ആസ് ഫാർ ആസ് പോസിബിൾ സ്പെസിഫിക് തിങ്കേഴ്സിന്റെ പേര് വെച്ചിട്ട് തന്നെ ഡെഫിനിഷൻ പഠിക്കാൻ നോക്കുക. ഇനി അങ്ങനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ തിങ്കറിന്റെ പേരില്ലെങ്കിലും അതിൻ്റെ ഒരു ഡെഫിനിഷൻ എഴുതി വെക്കാൻ ശ്രമിക്കുക. എക്സ്പ്ലനേഷൻ ഓർ ഡെഫിനിഷൻ നമ്മൾ പറയാം. ഓക്കെ, either you have to explain that term or you have to give a proper definition of that particular term. In this case നമ്മൾ GP മെർഡോക്കിനെ എടുക്കാം. അക്കോർഡിംഗ് ടു GP മെർഡോക്ക് എന്താണ് ഫാമിലി? ഫാമിലി അക്കോർഡിംഗ് ടു him is a social group characterized by economic cooperation, common residence and reproduction. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയെങ്കിലും പഠിച്ചാൽ മതി. ബിക്കോസ് ഇൻ മോസ്റ്റ് ഓഫ് ദ ആൻസേഴ്സ് നിങ്ങൾ ഇത്ര എഴുതേണ്ട വരുള്ളൂ ആസ് ഡെഫിനിഷൻ ഓഫ് ഫാമിലി അക്കോർഡിംഗ് ടു GP മെർഡോക്ക്. ഓക്കെ, വാട്ട് ഈസ് ഫാമിലി അക്കോർഡിംഗ് ടു GP മെർഡോക്ക്? ഇറ്റ് ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് characterized by 3 ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെയാണ്? കോമൺ റെസിഡൻസ്, എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. ഇതിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിലും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, പുള്ളിയുടെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കൂടി സെന്റൻസും കൂടി ഉണ്ട് വെൻ ഇറ്റ് കംസ് ടു ഫുൾ ഡെഫിനിഷൻ. അതിനകത്ത് പറയുന്നത് പുള്ളി എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ആരാണ് അത് കൺസിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അഡൽട്സ് ഓഫ് ബോത്ത് സെക്സസ്, അറ്റ്ലീസ്റ്റ് 2 of them having socially approved sexual relationship, and children own or adopted of sexually cohabiting adults. ഇത് ഫുള്ളായിട്ട് പഠിക്കണം നിർബന്ധമില്ല. ഓക്കെ, പറ്റുമെങ്കിൽ പഠിക്കുക, പക്ഷെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. യു ക്യാൻ മാനേജ് വിത്ത് ദ ഫസ്റ്റ് സെന്റൻസ്. പറയൂ. ആ,
എങ്ങനെ മനസ്സിലായില്ല? ആ ആ അതായത് ഈ ഡെഫിനിഷൻ ഇന്നത്തെ സിനാരിയോയിൽ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് മാറ്റി എഴുതുന്നതാണ്. ആ ആ ആ ആ അങ്ങനെ വരില്ല. ബിക്കോസ് ഈ ബേസിക്കലി നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഫാമിലിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് വി ഹാവ് ടു ഗിവ് എ ഡെഫിനിഷൻ ഇൻ ആർ ഇൻട്രൊഡക്ഷൻ അല്ലേ? ആ ഇൻട്രൊഡക്ഷനിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു തിങ്കർ തന്ന ഡെഫിനിഷൻ നമ്മൾ എഴുതിയെന്നേ ഉള്ളൂ. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് നമ്മൾ ഈ പറയുന്ന ഡെഫിനിഷനെ നമ്മൾ ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല. വി ആർ ജസ്റ്റ് ഗിവിംഗ് ദ മോസ്റ്റ് പോപ്പുലർ ഡെഫിനിഷൻ ഓഫ് ഫാമിലി ബിക്കോസ് ജി.പി. മെർഡോക്ക് ആണ് അതിന് ഏറ്റവും പോപ്പുലർ ഫിഗർ. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ മാത്രമേ അതിനെ കാണേണ്ട ആവശ്യമുള്ളൂ. ഇനി അതിന്റെ താഴെ നമ്മൾ എഴുതാൻ പോകുന്ന കാര്യത്തിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് എന്തായിരിക്കും? ന്യൂ ഫോംസ് ഓഫ് ഫാമിലീസിനെ കുറിച്ചായിരിക്കും, വിച്ച് വിൽ ഡെഫിനറ്റ്ലി ചാലഞ്ച് ദിസ് നോഷൻ ഓഫ് ജി.പി. മെർഡോക്ക്. അതിനകത്തൊരു കോൺട്രഡിക്ഷൻ ഒന്നും വരാനില്ല. ഇതിനെ നമ്മൾ കുറച്ചും കൂടി അക്കാഡമിക്കൽ ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, ബിക്കോസ് വെൻ ഇറ്റ് കംസ് ടു സോഷ്യോളജി, ഇവൺ ദോ നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ ചിന്തിച്ച് എഴുതാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളതായ ഒപ്പീനിയൻ സോഷ്യോളജിയിൽ എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? നമ്മളെല്ലാം എഴുതാൻ പോകുന്നത് ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്സിന്റെ ഒപ്പീനിയനും നമ്മൾ പഠിച്ചിരിക്കുന്ന വേരിയസ് തിങ്കേഴ്സിന്റെ വ്യൂ പോയിന്റ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങളതായ ഒരു ഒപ്പീനിയൻ എഴുതണമെന്ന് നിർബന്ധമില്ല. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസന്റ് മാറ്റർ, നിങ്ങൾക്ക് ഡെഫിനിഷൻ ഇതേപോലെ എഴുതാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അല്ലാത്ത ന്യൂ ഏജ് ഡെഫിനിഷൻ വേണമെങ്കിൽ ഇപ്പം ഗിഡൻസിനെ പിടിക്കാം, ഓറൽസ് പുതിയ വേറെയും കുറേ അധികം ഡെഫിനിഷൻസ് ഉണ്ട്. പക്ഷെ മോസ്റ്റ് പോപ്പുലർ ആയതുകൊണ്ട് നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ജി.പി. മെർഡോക്കിന്റെ തന്നെ എഴുതാനാണ്. ഐഡിയ മനസ്സിലായല്ലോ? ക്ലിയർ? അപ്പോൾ രണ്ട് കാര്യമേ ഉള്ളൂ. പിന്നെ ഇനി അടുത്തൊരു കാര്യം, നിങ്ങൾ ഈ ഡെഫിനിഷൻസ് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കാണാതെ പഠിക്കാൻ വേണ്ടി അധികം ശ്രമിക്കേണ്ട. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കുക, രണ്ടാമത്തത് റിപ്പിറ്റേറ്റീവ് ആയിട്ട് അത് വായിക്കുമ്പം നിങ്ങളുടെ തലയിൽ കുറെ ഭാഗം കയറും. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇപ്പം ഇതിന് മുമ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുണ്ടാവുമല്ലോ ഇവിടെ. ജി.പി. മെർഡോക്ക് എന്നുള്ള പേര് നിങ്ങൾക്ക് ഇപ്പം കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും, റൈറ്റ്? ഇത് ഇനി കുറേ ദിവസം കേൾക്കും. ഇനിയിപ്പോൾ അടുത്ത 4-5 ദിവസം ഇത് കേൾക്കുമ്പം ജി.പി. മെർഡോക്ക് എന്നുള്ള പേര് നിങ്ങളുടെ തലയിൽ രജിസ്റ്റർ ആവും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തിങ്കേഴ്സിനെയും ഇതേപോലെ ഡെഫിനിഷൻസും ഒക്കെ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഇനി പറഞ്ഞോ. സെക്ഷലി കൊഹാബിറ്റിംഗ് അഡൽട്സ് ഉദ്ദേശിച്ചത് ജി.പി. മെർഡോക്കിന്റെ ഡെഫിനേഷനിൽ പുള്ളി പറയുന്നത് ഫാമിലി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡും ആവാം ന്യൂക്ലിയറും ആവാം, അല്ലേ? അതുകൊണ്ടാണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അഡൽട്സ് ഓഫ് ബോത്ത് സെക്സസ്, റൈറ്റ്? അഡൽട്സ് ഓഫ് ബോത്ത് സെക്സസ് ഉണ്ടാവണം എന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു ഫാമിലി എന്ന് പറയുമ്പം അവിടെ മെയിലും ഫീമെയിലും ഉണ്ടാവണം. അത് മാത്രമല്ല, അതിൽ അറ്റ്ലീസ്റ്റ് 2 of them ഹാവിങ് മെയിൻറ്റെയിൻ എ സോഷ്യലി അപ്രൂവ്ഡ് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഒരു ഫാമിലിയിൽ ബ്രദേഴ്സ് ഉണ്ടാവാം, അല്ലെ? അവരുടെ സിസ്റ്റേഴ്സ് ഉണ്ടാവാം, റൈറ്റ്? അതിൽ ആരെങ്കിലും ഒരാൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, റൈറ്റ്? അങ്ങനെ വരുമ്പം ഫാമിലി എന്ന് പറയുന്ന ഡെഫിനിഷൻ നോക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അഡൽട്സ് ഓഫ് ബോത്ത് സെക്സസ്, അല്ലെ? ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ട്, അതിൽ ഒരാൾ മാരീഡ് ആണ്. അതിനകത്ത് അറ്റ്ലീസ്റ്റ് 2 of them ഹാവിങ് സോഷ്യലി അപ്രൂവ്ഡ് സെക്ഷൽ റിലേഷൻഷിപ്പ്. എന്താണ് സോഷ്യലി അപ്രൂവ്ഡ് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? മാരേജിന് ശേഷമുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ്. മീനിങ് കുറെ അഡൽട്സ് ഉണ്ടാവാം, അതിൽ അറ്റ്ലീസ്റ്റ് 2 of them മസ്റ്റ് ബി മാരീഡ്. അങ്ങനെ മാരീഡ് ആയിട്ടുള്ള സോഷ്യലി അപ്രൂവ്ഡ് സെക്ഷൽ റിലേഷൻഷിപ്പ് നടത്തുന്ന ആ അഡൽട്സിൽ ഉണ്ടാവുന്ന ഒന്നോ അതിൽ കൂടുതലോ കുട്ടികൾ. ആ കുട്ടികൾ എന്ന് പറയുന്നത് ബയോളജിക്കലും ആവാം അഡോപ്റ്റഡും ആവാം. ക്ലിയർ? പുള്ളി വളഞ്ഞിങ്ങനെ പറയാണ്, ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് മെയിലും ഫീമെയിലും ഉണ്ടാവണം, അവർ കല്യാണം കഴിച്ചതാവണം, അവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണം, അവർക്ക് കുട്ടികൾ ഉണ്ടാവണം. അതാണ് പുള്ളിയുടെ റിക്വയർമെന്റ്. ക്ലിയർ അല്ലേ? അതിന്റെ മനസ്സിലായോ? ഓക്കെ, ഇനി ഈ സെക്കൻഡ് ഡെഫിനിഷൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ ആയിട്ട് മാത്രം തന്നിരിക്കുകയാണ്. ഇഫ് യു വാണ്ട് യു ക്യാൻ ലേൺ ദാറ്റ്, അതർവൈസ് യു ക്യാൻ ജസ്റ്റ് ലേൺ ജി.പി. മെർഡോക്കിന്റെ ഡെഫിനിഷൻ. And now we are moving on to functionalist perspective on family. Okay. When it comes to functionalist perspective on family, അവർ 3 ലെവൽസിലാണ് ഫങ്ഷൻസ് ഓഫ് ഫാമിലിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് ആ 3 ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ദേ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫാമിലി. ഇൻ ജനറൽ ഫാമിലി എന്തൊക്കെ ഫങ്ഷൻസ് ആണ് സൊസൈറ്റിയിൽ ചെയ്യുന്നത്. ഓക്കെ. രണ്ടാമത്തത്, what are the functional relationship between family and other parts of social system.
ഇതുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? വാട്ട് ആർ ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാമിലി ആൻഡ് അതർ പാർട്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം? ആ അതെ, കറക്റ്റ്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, അക്കോർഡിംഗ് ടു ഫങ്ഷണലിസ്റ്റ് എന്താണ്? സിസ്റ്റം ആണ്. ഒരു പാർട്ട് ഓഫ് ദ സിസ്റ്റത്തിൽ ചേഞ്ചസ് വന്നാൽ മറ്റ് പാർട്സിനെ അതെന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഫാമിലിയും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അവരെന്ത് ചെയ്യും? അസസ് ചെയ്യും. ക്ലിയർ ആണോ? ഐഡിയ മനസ്സിലായല്ലോ? അപ്പം വാട്ട് ആർ ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫാമിലി ആൻഡ് അതർ പാർട്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഹൗ ഫാമിലി ഈസ് ഇൻഫ്ലുവൻസിങ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ സൊസൈറ്റി. ഉദാഹരണം പറയുകയാണെങ്കിൽ, വെൻ എക്കണോമിക് സിസ്റ്റം ചേഞ്ചസ്, അതിനനുസരിച്ച് എന്ത് മാറും? ഫാമിലി മാറില്ലേ? അല്ലേ? അതേപോലെ ഫാമിലിയിലുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യാം? മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മാറ്റങ്ങൾ കൊണ്ടുവരാം. ഉദാഹരണത്തിന് ന്യൂ ഫോംസ് ഓഫ് റിലേഷൻഷിപ്സ് വരുന്നു നമ്മൾ പറഞ്ഞു, അല്ലേ? ഈ ന്യൂ ഫോംസ് ഓഫ് റിലേഷൻഷിപ്സ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തിലുണ്ടാവും? റിലീജിയനിൽ ഉണ്ടാവില്ലേ? എന്താണ് റിലീജിയനിൽ ഉണ്ടാവാൻ പോകുന്ന ആഫ്റ്റർ എഫക്റ്റ്? എന്താണ് അതിന്റെ ഇംപ്ലിക്കേഷൻ? എന്താണ് റിലീജിയനിൽ ഉണ്ടാവാൻ പോകുന്ന ഇംപ്ലിക്കേഷൻ? ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, ഈ പറയുന്ന സെയിം സെക്സ് മാരേജസിന് ഇപ്പോഴത്തെ പോപ്പല്ല, ഇതിന് മുന്നുണ്ടായ പോപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ശരി വെച്ചിട്ടുണ്ട്, അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ റിലീജിയനിലെ വലിയൊരു മാറ്റമല്ലേ? റൈറ്റ്? അത് എന്തുകൊണ്ട് ആ മാറ്റം വന്നു? ന്യൂ ഫോംസ് ഓഫ് ഫാമിലീസ് വന്നു, സെയിം സെക്സ് ഫാമിലീസ്. അത് വന്നപ്പം റിലീജിയനും അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? അക്കസ്റ്റംഡ് ആവാൻ തുടങ്ങുന്നു. റിലീജിയന്റെ തോട്ട്സ് മാറാം. അതിനനുസരിച്ച് നമ്മളെ ലീഗൽ സിസ്റ്റം മാറില്ലേ? ഇതുവരെയുള്ള ഡെഫിനിഷൻ ഓഫ് മാരേജ് എന്ന് പറയുന്നത് എന്താണ്? ഹെട്രോസെക്ഷൽ മാരേജസ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഹോമോസെക്ഷൽ മാരേജസിനെയും മാരേജിന്റെ പരിധിയിൽ ലീഗലി അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ മാറുന്നതിനനുസരിച്ച് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറുകയും അതേപോലെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? ഫാമിലി മാറും. ഇത് തമ്മിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് ഫൈനലി ലാസ്റ്റ് പോയിന്റ് എന്താണ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫാമിലി ഫോർ ഇറ്റ്സ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്? സൊസൈറ്റിക്ക് മാത്രമല്ല, അതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും എന്തൊക്കെ ഫങ്ഷൻസ് ഫാമിലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 3 തലത്തിലാണ് ഫങ്ഷണലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്? ഫാമിലിയുടെ ഫങ്ഷൻസിനെ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, 3 ലെയേഴ്സ് മനസ്സിലായല്ലോ. One is overall functions of the family for society. Second is relationship between family and other institutions. Third is what are the functions of family for individual members of the society. ഇനി നമ്മൾ ഓരോരോ തിങ്കേഴ്സിന് എടുത്തിട്ട് പഠിക്കണം. അതിന് മുമ്പ് ഒരു ഓവറോൾ ഫങ്ഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് UPSC നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് UPSC സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എക്സാമിൻ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. വളരെ ഡയറക്റ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. UPSC പക്ഷേ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. എക്സാമിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി. ഇതേപോലെ പല രീതിയിലും ചോദിക്കാം. എക്സാമിൻ ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ റിലീജിയൻ. നമ്മൾ ഇനി മുന്നോട്ട് ഓരോ ചാപ്റ്ററിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ പഠിക്കുമ്പോൾ ഈ ഒരു ടൈപ്പിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് തിങ്കേഴ്സ് ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ് ആണ്. ഐഡിയ മനസ്സിലായോ? ജനറൽ ആയിട്ട് ഫങ്ഷൻസ് ഓഫ് ഫാമിലി ഇത്രയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യു ഹാവ് ടു ബ്രിങ് പോയിന്റ്സ് ഓർ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈ പെർസ്പെക്റ്റീവിലുള്ള വേരിയസ് തിങ്കേഴ്സ് എങ്ങനെയാണോ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതാണ് നിങ്ങൾ എഴുതേണ്ടത്. ഐഡിയ മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ താഴോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും GP മെർഡോക്കിന്റെ വ്യൂ. GP മെർഡോക്ക് പറയുന്നുണ്ട് ഫാമിലിക്ക് ഒരു 3-4 ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. അടുത്തത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മെക്കൈവർ ആൻഡ് പേജ് ഉണ്ട്. ദേ ഹാവ് കൺസിഡേർഡ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി. അത് കഴിഞ്ഞാൽ താൽക്കോട്ട് പാർസൺസ് ഉണ്ട്, ഹിസ് വ്യൂസ് ഓൺ ഫാമിലി. ഫൈനലി വോഗൽ ആൻഡ് ബെൽ എന്ന് പറയുന്നതുണ്ട്. ദേ ആർ പാർട്ട് ഓഫ് ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, പക്ഷേ അവർ കുറച്ച് നെഗറ്റീവ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് വിൽ ഡിസ്കസ്. ഐഡിയ മനസ്സിലായോ? ഇങ്ങനെ ഡിഫറെൻറ്റ് തിങ്കേഴ്സിന്റെ വ്യൂ പോയിന്റ്സിലൂടെ നിങ്ങൾ എഴുതണം എന്നുള്ളതാണ് റിക്വയർമെന്റ്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാം നിങ്ങളൊരു 3 തിങ്കറിൻ്റെത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു തിങ്കർ ഓർമ്മയില്ല. ഇറ്റ്സ് ഫൈൻ. ആ 3 തിങ്കറിന്റെ പേര് എഴുതുക, അവരുടെ പെർസ്പെക്റ്റീവ് എഴുതുക. പേര് ഓർമ്മയില്ലാത്ത തിങ്കറിന് ഒന്നും വേണ്ട.
ഫങ്ഷണലിസ്റ്റ് ഓൾസോ കൺസിഡർ ഫാമിലി ആസ് സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അവിടെ എന്താ പറയണ്ടത്, ഇപ്പൊ ചില ആൾക്കാർ എഴുതും എ സോഷ്യോളജിക്കൽ തിങ്കർ സെഡ് ദാറ്റ്. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് യു ഹാവ് ടു മെൻഷൻ ഫങ്ഷണലിസ്റ്റ് ഇങ്ങനെയും കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഐഡിയ മാത്രം എഴുതാനും ഓക്കെ ആണ്. ക്ലിയർ? ഓക്കെ അല്ലേ? ഐഡിയ മനസ്സിലായല്ലോ. ഇനി ഈ പേരുകളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പിറ്റേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? ചെറിയ സിലബസ് ആണ്, ഓക്കെ, കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളൊരു എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഐഡിയ മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാവരും ആ ഒരു എഫേർട്ട് എന്ത് ചെയ്യണം, ഇടണം. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം ഞാൻ ഓവർവ്യൂ ഓഫ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയാം. മെയിൻലി there are 4 functions that the functionalist perspective in general consider as the functions of family. അതിനകത്ത് ഒന്നാണ് ബയോളജിക്കൽ ഫംഗ്ഷൻ. എന്തായിരിക്കും ബയോളജിക്കൽ ഫംഗ്ഷൻ ഓഫ് ഫാമിലി എന്ന് പറയുന്നത്? റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷനും ഉണ്ട്. എന്താണ് സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ? സെക്ഷുവൽ നീഡ്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആണ്. സോ അത് മീറ്റ് ചെയ്യാനുള്ള ഒരു മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഫാമിലിയാണ്, അല്ലേ? ആസ് വി ഓൾ നോ, വളരെ സ്റ്റേബിൾ ആയിട്ട് ഈ പറയുന്ന സെക്ഷുവൽ നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തതാണ് എന്ത്? ഫാമിലി. സോ അത് പറയാം. സെക്കൻഡ് ഈ പറയുന്ന പോലെ റിപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ആണ്. റിപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ എന്താണ് ഇമ്പോർട്ടൻസ്? നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ റിപ്രൊഡക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ ഫാമിലി, ഐ മീൻ സൊസൈറ്റി, സോറി. അതെ, സൊസൈറ്റിക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൂടുതൽ മെമ്പേഴ്സ് വരണം. ആ മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വളരെ സ്റ്റേബിൾ ആയിട്ട് നടത്തുന്നത് എന്തിലൂടെയാണ്? ഫാമിലിയിലൂടെയാണ്. സോ അതാണ് ബയോളജിക്കൽ ഫങ്ഷൻസ്. നെക്സ്റ്റ് ഈസ് ദ സോഷ്യൽ ഫങ്ഷൻസ് ഓഫ് ഫാമിലി. എന്താണ് സോഷ്യൽ ഫങ്ഷൻസിൽ പ്രധാനമായിട്ടും വരിക? സോഷ്യലൈസേഷൻ ഫങ്ഷൻ. എല്ലാവർക്കും ഓർമ്മയില്ലേ? എന്താണ് സോഷ്യലൈസേഷൻ? ട്രാൻസ്ഫർ ഓഫ് കൾച്ചർ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഷ്യലൈസേഷൻ. അതുകൂടാതെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് റെഗുലേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് സോഷ്യൽ കൺട്രോൾ. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് സോഷ്യലൈസേഷൻ, അല്ലേ? നമ്മളെ വീട്ടിൽ നിന്ന് എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിപ്പിച്ചിരുന്നതും എല്ലാം ശരിക്കും സോഷ്യലൈസേഷന്റെ ഭാഗമാണ്. സോ ഓവറോൾ നിങ്ങൾക്ക് സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ എഴുതിയാൽ മതി. മൂന്നാമത്തത് സൈക്കോളജിക്കൽ ഫംഗ്ഷൻ ഓഫ് ഫാമിലി. എന്താണ് സൈക്കോളജിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഇമോഷണൽ കണക്ഷൻ, അല്ലെ? ഒരു ബിലോങ്ങിങ്നെസ്, റൈറ്റ്? ഒരു ഐഡന്റിറ്റി, റൈറ്റ്? ഇപ്പൊ നമ്മളെ ഫാമിലി നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു കാര്യം അതല്ലേ? കുറെ ലവ് കിട്ടും, അല്ലെ? സൈക്കോളജിക്കൽ സപ്പോർട്ട് കിട്ടും, ഇമോഷണൽ സപ്പോർട്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എന്തായിട്ട് പറയാം? ഫംഗ്ഷൻ, ഇമോഷണൽ ഫംഗ്ഷൻ ഓഫ് ഫാമിലി ആയിട്ട് പറയാം. ആൻഡ് ഫൈനലി എക്കണോമിക് ഫംഗ്ഷൻ ഓഫ് ഫാമിലി. എന്തായിരിക്കും എക്കണോമിക് ഫംഗ്ഷൻ? ബേസിക്കലി നമ്മളിങ്ങനെ മനസ്സിലാക്കുക, ഫാമിലിയുടെ എക്കണോമിക് ഫംഗ്ഷനെ പല രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ട്രഡീഷണൽ സൊസൈറ്റീസിൽ ഫാമിലി ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനും കൂടിയായിരുന്നു, അല്ലേ? ഫാമിലി ലെവലിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് സൊസൈറ്റിയാണ്? അഗ്രികൾച്ചറൽ സൊസൈറ്റി, അല്ലേ? ഇപ്പൊ അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ ആ ഫാമിലിയുടെ ഫാമിൽ അഗ്രികൾച്ചർ നടത്തി അതിനകത്ത് നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് കൊണ്ടല്ലേ എല്ലാവരും ജീവിക്കുന്നത്. സോ ആസ് എ റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എൻ ഇക്കണോമിക് ഫംഗ്ഷൻ ആസ് എ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഫാമിലിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിലോ ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ മാറിയില്ലേ? മറിച്ച് ഫാമിലി എന്തായിട്ടാണ് ഇന്ന് ആക്ട് ചെയ്യുന്നത്? ഒരു യൂണിറ്റ് ഓഫ് കൺസംഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിക്കാം, എല്ലാ ഐറ്റത്തിന്റെയും കൂടുതൽ ഡിമാൻഡ് എവിടുന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഫാമിലീസിലല്ലേ? ഇപ്പൊ നിങ്ങൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാ അഡ്വർടൈസ്മെന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാലും ഈ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ശരിക്കും ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഫാമിലിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലേ? അവരൊരു ഹാപ്പി ഫാമിലിനെ കാണിച്ചിട്ടല്ലേ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വാങ്ങിക്കുന്നത്. അപ്പം ഫാമിലിയുടെ ഇക്കണോമിക് ഫംഗ്ഷൻ പണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഇന്ന് എന്തിന്റെ ഫംഗ്ഷനാണ്? കൺസംഷന്റെ ഫംഗ്ഷൻ ഫാമിലിക്ക് ഉണ്ട്. ഇതുകൂടാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എക്കണോമിക് സെക്യൂരിറ്റി, അല്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ തരിക, അല്ലേ? നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ റിസോഴ്സസും പ്രൊവൈഡ് ചെയ്യുക. ഈ ഫംഗ്ഷൻ ആരാണ് ചെയ്യുന്നത്? ഫാമിലിയാണ്. ക്ലിയർ ആണോ? ഇതാണ് ഓവറോൾ 4 ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി. ഇത് ഈസി അല്ലേ? ഓർക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. സെറ്റാണല്ലോ. ഇന്ന് അടുത്തതിലേക്ക് പോവാം, വിച്ച് ഈസ് ഓരോ തിങ്കറിനെ ബേസ് ചെയ്തിട്ട്. നൗ
ഈ ഫങ്ഷൻസും സിമിലർ ടു ദ ഫങ്ഷൻസ് ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ജസ്റ്റ് ദാറ്റ് ഇത് GP Murdoch ഇത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അക്കോർഡിംഗ് ടു GP Murdoch, there are 4 important functions of family. One is the sexual function, second is reproductive, third is economic, and finally educational functions. Sexual, reproductive, economic and educational. നമ്മൾ നേരത്തെ ബയോളജിക്കൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് സെക്ഷൽ ആൻഡ് റിപ്രൊഡക്റ്റീവ് ഒരുമിച്ച് പഠിച്ചത്. പക്ഷെ GP Murdoch എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ രണ്ടും സെപ്പറേറ്റ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പുള്ളിയുടെ വ്യൂ പോയിന്റ് ഇതാണ് മേജർ ആയിട്ടുള്ള 4 ഫങ്ഷൻസ് ഓഫ് ഫാമിലി. എന്താണ് സെക്ഷൽ ഫങ്ഷൻ എന്ന് പറയുന്നത്? സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ. റീപ്രൊഡക്ഷൻ നമ്മൾ മനസ്സിലാക്കിയ ഫങ്ഷൻ ആണ്. എക്കണോമിക് ഫങ്ഷൻ ആസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്, യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ഇപ്പൊ യൂണിറ്റ് ഓഫ് കൺസംപ്ഷൻ ആണ്, എക്കണോമിക് സെക്യൂരിറ്റി ഉണ്ട്. ഇനി ഇവിടെ എഡ്യൂക്കേഷണൽ ഫങ്ഷൻ എന്ന് പുള്ളി കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും സോഷ്യലൈസേഷനെ പുള്ളി വേറൊരു പേരിൽ വിളിച്ച് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് സോഷ്യലൈസേഷൻ എന്നുള്ള ടേമിന് പകരം അക്കോർഡിംഗ് ടു GP Murdoch ഫാമിലിയുടെ ഫംഗ്ഷൻ ആയിട്ട് പുള്ളി എന്തിനാണ് പറഞ്ഞത്? എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ. ഈ എഡ്യൂക്കേഷണൽ എന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്? സോഷ്യലൈസേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ 4 ഫംഗ്ഷൻസ് എന്താണ് അക്കോർഡിംഗ് ടു GP Murdoch? സെക്ഷുവൽ, റീപ്രൊഡക്റ്റീവ്, എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ. ക്ലിയർ ആണല്ലോ? ഇതിനൊരു 1 ലൈനർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റില്ലേ? സെക്ഷുവൽ ഫംഗ്ഷൻസ് ദാറ്റ് ഇസ് ഫുൾഫില്ലിംഗ് സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ, അല്ലേ? റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ദാറ്റ് ഇസ് ടു ജനറേറ്റ് ന്യൂ മെമ്പേഴ്സ് ഇൻ ദ സൊസൈറ്റി. അങ്ങനെ പറഞ്ഞ് നിങ്ങളൊരു 1 ലൈനർ എക്സ്പ്ലനേഷൻ വെച്ച് എഴുതാം. Now according to GP Murdoch, പറയും. അങ്ങനെ അതിനേക്കാളും ബെറ്റർ തിങ് ഇസ് പുള്ളി ഉപയോഗിച്ച ടേം എഡ്യൂക്കേഷണൽ ആണ്. സോ യു ക്യാൻ റൈറ്റ് ഡൗൺ എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷനിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് സോഷ്യലൈസേഷൻ ആണ് പുള്ളി എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻസ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. കാരണം ഇതാണ് പുള്ളി പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻസ്. അപ്പൊ ആ ടേംസ് തന്നെ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, നൗ GP Murdoch പറയുന്ന ഒരു കാര്യം, ഫങ്ഷൻസ് ഓഫ് ഫാമിലിനെ ഒരു സൊസൈറ്റിക്കുള്ള ഫംഗ്ഷനും ഒരു ഇൻഡിവിജ്വലിനുള്ള ഫംഗ്ഷനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം സൊസൈറ്റിക്ക് ഫങ്ഷണലാണോ അത്ര തന്നെ ഇൻഡിവിജ്വലിനും എന്താണ്? ഫങ്ഷണലാണ്. അതിന് പുള്ളി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യം സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷന്റെ ബേസിസിലാണ്. അക്കോർഡിംഗ് ടു Murdoch, ഫാമിലിയുടെ സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ ഫംഗ്ഷൻ ഇസ് ഫങ്ഷണൽ ഫോർ ഇൻഡിവിജ്വൽസ്, അല്ലേ? കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി ഫാഷനിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ ആളുകൾക്ക് കിട്ടുന്നു. എന്നാൽ അത് ചെയ്യുന്നത് വഴി സൊസൈറ്റിക്ക് എന്താ ഗുണം ഉണ്ടാവുന്നത്? അങ്ങനെ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി ആയിട്ട് ഇൻഡിവിജ്വൽസിന് സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ നടക്കുമ്പോൾ തന്നെ സൊസൈറ്റിയിൽ അതിനെ കൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? കോൺഫ്ലിക്റ്റ് സംഭവിക്കുന്നില്ല. റൈറ്റ്? ഇപ്പൊ നിങ്ങൾ ആലോചിക്കാം, സെക്ഷുവൽ ഗ്രാറ്റിഫിക്കേഷൻ ഫോർ ഇൻഡിവിജ്വൽസ് പല രീതിയിൽ നടക്കാം. പക്ഷെ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുമ്പം ഇൻഡിവിജ്വൽസിനും അത് ഫങ്ഷണലാണ്, ബിക്കോസ് അവരുടെ നീഡ് മീറ്റ് ചെയ്യുന്നു. ഓൺ ദ അതർ ഹാൻഡ് അത് സൊസൈറ്റിക്ക് ഫങ്ഷണലാണ്, ബിക്കോസ് സൊസൈറ്റിയിൽ എന്ത് കൊണ്ടുവരുന്നു? സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു. എങ്ങനെയാ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത്? ഇങ്ങനെയുള്ള സെക്ഷുവൽ കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാൻ പറ്റും, അല്ലേ? ക്ലിയർ ആണോ? അപ്പം ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത് വഴി ഇൻഡിവിജ്വലിനും അതിനെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട്, സൊസൈറ്റിക്കും ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ Murdochന്റെ വ്യൂ പോയിന്റ് പറയുന്നത്. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ ഒരു വ്യൂവിൽ എന്താണ്? ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്പെഷ്യലി ഫാമിലി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്? is both functional for individual as well as for the society. എന്നിട്ട് പുള്ളി അവസാനം പറയാണ്, based on his studies which he conducted across 250 plus different societies in the world. പുള്ളി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിലും പുള്ളിനെ കുറിച്ച് എഴുതിയ ബുക്കുകളിലൊക്കെ പുള്ളി തന്നെ സ്വയം പറയുന്നുണ്ട് ഞാൻ 250 കൂടുതൽ സൊസൈറ്റിയെ പഠിച്ചതാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾക്കും എഴുതാം. ആഫ്റ്റർ സ്റ്റഡിയിങ് മോർ ദാൻ 250 പ്ലസ് സൊസൈറ്റീസ്, പുള്ളിയുടെ വലിയൊരു ഡിഗ്രി ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഹി കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് യൂണിവേഴ്സൽ, മീനിങ് എല്ലാ സൊസൈറ്റീസിലും ഇൻ വൺ ഫോം ഓർ ദ അതർ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം there is no other institution in society which can replace family. Okay.
There is no other institution which can replace family. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു വിഷയമാണ്. ഓക്കെ, പക്ഷെ എന്നാൽ പോലും പുള്ളി പറയാണ് ഫാമിലി യൂണിവേഴ്സൽ ആണ്. ഈ ഫോമൊക്കെ മാറാം. ഇപ്പൊ ഞാൻ അന്ന് ക്ലാസ്സിൽ കുറെ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഫാമിലിയുടെ നേച്ചർ എന്തല്ല, സെയിം അല്ല, അല്ലേ? ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? അത് ജി.പി. മിർഡോക്കിന്റെ തന്നെ സ്റ്റഡിയിലുള്ള എക്സാമ്പിൾ ആണ്. ബനാരോസ് ഓഫ് ന്യൂ ഗുനിയ. ഇതൊരു ട്രൈബ്സ് ആണ്. ഓക്കെ, ആ ട്രൈബ്സിന്റെ ഇടയിൽ രണ്ട് ആൾക്കാർ തമ്മിൽ കല്യാണം കഴിഞ്ഞ് ഒഫീഷ്യലായിട്ട് സമൂഹം അംഗീകരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഈ കല്യാണം കഴിച്ച ബ്രൈഡും ഗ്രൂമും ഇവരുണ്ടാവല്ലോ, ഈ ബ്രൈഡിൽ ഗ്രൂമിന്റെ ഫാദറിന്റെ ഒരു ഫ്രണ്ടിന് ഒരു ചൈൽഡ് ഉണ്ടാവണം. കല്യാണത്തിന് ശേഷം ഈ പറയുന്ന ബ്രൈഡിന് ഗ്രൂമിന്റെ ഫാദറിന്റെ ഫ്രണ്ടിൽ ഒരു ചൈൽഡ് ഉണ്ടായതിനു ശേഷമാണ് ഈ ഗ്രൂമും ബ്രൈഡും തമ്മിലുള്ള വൈവാഹിക ജീവിതം സ്റ്റാർട്ട് ആവുള്ളൂ. ആൻഡ് അതിലുണ്ടാവുന്ന ആ കുട്ടി ഉണ്ടല്ലോ, ഈ ഗ്രൂമിന്റെ ഫാദറിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവുന്ന കുട്ടി, അത് ആരുടെ കുട്ടിയായിട്ടാണ് കൺസിഡർ ചെയ്യാം? ഈ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും കുട്ടിയായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യാം, ഇവൻ തോ അവർ ബയോളജിക്കലി അവരുടെ കുട്ടിയല്ലെങ്കിലും. ഓക്കെ, ഇത് അവരുടെ ഇടയിൽ ഫോളോ ചെയ്യുന്ന ഒരു ആചാരമാണ്. ഇത് നമുക്ക് വിചിത്രമായിട്ട് തോന്നാം, പക്ഷെ അവർക്ക് അത് വിചിത്രമാവണമെന്ന് നിർബന്ധം ഇല്ല. ബനാരോസ് ഓഫ് ന്യൂ ഗുനിയ, പറയൂ. ഒരു പരിധി വരെ. ഓക്കെ, ആ സബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്ന എക്സാമ്പിൾ മാത്രം ആവണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ഇങ്ങനെയുള്ള കീ ടേംസ് ആയിരിക്കാം. ഓക്കെ, സോ അതിലേക്ക് നമുക്ക് വരാം. ബിക്കോസ് നമ്മൾ മുന്നോട്ടേക്ക് ഒരു പെർട്ടിക്കുലർ പോർഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനകത്ത് എങ്ങനെയാണ് ആൻസർ എഴുതുക, എങ്ങനെയാണ് ആ പോയിന്റിനെ നമുക്ക് ഫ്രെയിം ചെയ്യാന്നൊക്കെ ഉള്ളത് വിൽ ഡിസ്കസ്. അപ്പം മോസ്റ്റ് ലൈക്ലി നിങ്ങൾ സബ്സ്റ്റാൻഷിയേഷൻ കൊണ്ടുവരണം. ആ സബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്നത് ഇസ് നോട്ട് ഓൾവേസ് എക്സാമ്പിൾസ്. ഇറ്റ് ക്യാൻ ബി സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ആവാം, certain thinkers and ideas ആവാം, or else it can also be examples. Clear? ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഓക്കെ, ക്ലിയർ? അപ്പം ഇതാണ് ആ ഒരു ഡിഫറെൻറ്റ് ഫോം ഓഫ് ഫാമിലി എന്നൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പം ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ഇപ്പം നോർത്ത് ഈസ്റ്റേൺ ട്രൈബ്സിൻ്റെ ഇടയിൽ, ഇത് ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഡോർമെറ്ററി സിസ്റ്റം എന്ന് പറയും നോർത്ത് ഈസ്റ്റേൺ ട്രൈബ്സിൽ. ഇന്ത്യയിലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ട്രൈബ്സിൽ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായപൂർത്തിയായിട്ടുള്ള അവിടുത്തെ യങ് അഡൽട്സ്, ലൈക്ക് ബോത്ത് മെയിൽ ആസ് വെൽ ആസ് ഫീമെയിൽ, ഇവർ ഒരുമിച്ച് ഒരു ഡോർമെറ്ററിയിൽ താമസിക്കും. ആ ഡോർമെറ്ററിയിൽ ദേ ആർ അലൗഡ് ടു ഹാവ് സെക്ഷൽ റിലേഷൻഷിപ്പ് വിത്ത് എനിവൺ ഇൻ ദാറ്റ് ഡോർമെറ്ററി. അങ്ങനെ അവർക്ക് കമ്പാറ്റബിൾ ആയിട്ട് തോന്നുന്ന ഒരാളെ അവർ ആ ഡോർമെറ്ററിയിൽ വെച്ച് കണ്ടുപിടിച്ച് അവരുടെ പേരൻസിൻ്റെ അടുത്ത് പറയും, പേരൻസ് ആ കല്യാണം നടത്തി കൊടുക്കും. ഓക്കെ, ഇതാണ് ശരിക്കും അവിടെ. ഇത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സോഷ്യൽ ലെവലിൽ നടക്കുന്ന ഒരു സിസ്റ്റമാണ്. ഏതാണ്ട് കല്യാണ പ്രായമൊക്കെ എത്തിയിരിക്കുന്ന യങ് അഡൽട്സിനെ ആ ഡോർമെറ്ററിയിൽ ഇടുന്നു. ആ ഡോർമെറ്ററിയിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന ഒരാളെ കണ്ടുപിടിക്കുന്നു, പേരൻസിൻ്റെ അടുത്ത് പറയുന്നു, കല്യാണം കഴിക്കുന്നു. അല്ലേ? ശരിക്കും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ പറഞ്ഞാൽ അടി കിട്ടും. ഓക്കെ, റൈറ്റ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വേരിയസ് ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ ഇടയിൽ ഇതേപോലുള്ള വേരിയസ് പ്രോഗ്രസീവ് ആണെന്ന് നമ്മൾക്ക് കേൾക്കുമ്പോൾ നമ്മളുടെ ഒരു അറിവ് വെച്ച് തോന്നുന്ന ഒരുപാട് സിസ്റ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ പണ്ട് സംബന്ധം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ശരിക്കും സംബന്ധം? അവിടെ കല്യാണമാണോ ശരിക്കും? അല്ല, അത് കല്യാണമാണെന്ന് പറയാൻ പറ്റില്ല. ഒരു കൈൻഡ് ഓഫ് ഒരു ടെമ്പററി എന്താണ് അറേഞ്ച്മെന്റ് അല്ലേ? അപ്പം അതൊരു ഫോം ഓഫ് ഫാമിലി ആയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വന്നത്, മരുമക്കത്തായം എന്ന് പറയുന്ന സിസ്റ്റം അറിയില്ലേ? ഓക്കെ, ഈ നായർ ഫാമിലീസ്, ട്രഡീഷണൽ നായർ തറവാടുകൾ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണലി സോഷ്യോളജിക്കൽ സ്റ്റഡീസ് നടന്ന കേരളത്തിലെ ഒരു ഫാമിലി സിസ്റ്റമാണ് ട്രഡീഷണൽ നായർ തറവാട്. ഈ നായർ തറവാടിൽ എങ്ങനെയാണ്, അമ്മയും അമ്മയുടെ സിബിലിങ്സും ആണ് മേജർ യൂണിറ്റ്. ഓക്കെ, ഈ കുട്ടികളെ മൊത്തം ടേക്ക് കെയർ ചെയ്യുന്നത് ആരായിരിക്കും? അമ്മയുടെ സിബ്ലിങ്സ് ആണ്, എസ്പെഷ്യലി മെയിൽ ആയിട്ടുള്ള സിബ്ലിങ്സ്. നമ്മൾ അമ്മാവൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരും. ഫാദർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? വിസിറ്റിംഗ് ഹസ്ബൻഡ്സ് മാത്രമാണ് ഈ സംബന്ധത്തിലുള്ളൂ.
അങ്ങനെ നമുക്ക് എന്തില്ല, എപ്പോഴും ഒരു ഫാദർ ഫിഗർ ആയിട്ട് നമ്മളുടെ ലൈഫിൽ പ്രസൻസ് ഉള്ള ഒരാൾ ഉണ്ടാവില്ല. ഇങ്ങനെ ഈ ഇത് ശരിക്കും ആര് തമ്മിലാണ്? ബ്രാഹ്മിൺ മെയിലും നായർ സ്ത്രീകളും തമ്മിലുള്ള ഒരു ഫോം ഓഫ് റിലേഷൻഷിപ്പാണ് ഈ സംബന്ധം. റൈറ്റ്. അപ്പൊ ഇവർ വിസിറ്റിംഗ് ഹസ്ബൻഡ്സ് ആയി വരും, രാത്രി വരും, തങ്ങും, പിറ്റേന്ന് രാവിലെ ആകുമ്പോഴത്തേക്ക് സ്ഥലം വിടും. അച്ഛൻ എന്ന് പറയുന്ന ഫിഗർ ഇല്ല. അച്ഛന്റെ സ്വത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും റൈറ്റ്സ് ഉണ്ടോ? ഇല്ല. മറിച്ച് കുട്ടികൾക്ക് ആരുടെ സ്വത്താ കിട്ടുക? അമ്മയുടെ ബ്രദറിന്റെ. ഇതിനെയാണ് മരുമക്കത്തായ എന്ന് പറയുന്നത്. ട്രാവൻകൂർ അങ്ങനെയായിരുന്നു. അതായത് കേരളത്തിൽ പണ്ട് നായർ തറവാടുകളിൽ മൊത്തം ഫോളോ ചെയ്തിരുന്ന സിസ്റ്റം ഇങ്ങനെയായിരുന്നു. ഇതൊരു ഡിഫറെന്റ് ഫോം ഓഫ് ഫാമിലി അല്ലേ? അച്ഛൻ എന്ന് പറയുന്ന ഫിഗർ ഇല്ല. അച്ഛൻ വിസിറ്റിംഗ് ഹസ്ബൻഡ് മാത്രമാണ്, അല്ലെ? അച്ഛന്റെ സ്വത്തില് മക്കൾക്ക് എന്തില്ല? അധികാരമില്ല. മക്കൾക്ക് നേരെ മറിച്ച് ആരുടെ സ്വത്തിലാണ് അധികാരം? അമ്മയുടെ ആങ്ങളയുടെ സ്വത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പം സ്വത്ത് കൈമാറി വരുന്നത് എങ്ങനെയാണ്? മരുമക്കത്തായം രീതിയിലാണ്. റൈറ്റ്. ദിസ് ഈസ് യുണീക്ക്. ഇങ്ങനെ JP മുർഡോക്ക് തന്നെ പറയുന്നുണ്ട്, പല ഡിഫറെന്റ് ഫോംസ് ഓഫ് ഫാമിലി സിസ്റ്റംസ് ഉണ്ടെങ്കിലും എല്ലായിടത്തും ഈ വേൾഡിൽ എന്താ കാണാം? ഇൻ വൺ ഫോം ഓർ ദ അതർ വി ക്യാൻ സീ ഫാമിലി. ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ? Even when it comes to ഈ ഒരു ആംഗിൾ where he mentioned that there is no other institution that can substitute family എന്ന് പറയുന്നതിനെയും ശരിക്കും കുറെ ആൾക്കാർ ഡിബേറ്റ് ചെയ്തൊരു കാര്യമാണ്. നിങ്ങൾ തന്നെ ആലോചിക്കുക, ഫാമിലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ? ഫാമിലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലേ? നിങ്ങൾ അങ്ങനെ പറയല്ലേ. ഫാമിലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫാമിലിയുടെ മെയിൻ ഫങ്ഷൻസ് എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞ അത് വെച്ച് നമുക്ക് ആലോചിക്കാം. എക്കണോമിക് ഫങ്ഷൻ. ഇന്ന് വെൽഫെയർ സ്റ്റേറ്റ് ഇല്ലേ? അല്ലേ? ഫ്രീ ആയിട്ട് റേഷൻ എല്ലാവർക്കും കിട്ടും, ഫ്രീ എഡ്യൂക്കേഷൻ ഉണ്ട്, ഫ്രീ ഹെൽത്ത് ഉണ്ട്. അപ്പൊ ഈ വെൽഫെയർ സ്റ്റേറ്റ് അടിപൊളിയായിട്ട് നടക്കുന്ന രാജ്യങ്ങളിൽ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യമുണ്ടോ ഫോർ എക്കണോമിക് നീഡ്സ്? ഇല്ലല്ലോ. അപ്പൊ ആ ഒരു ആംഗിളിൽ റീപ്ലേസബിൾ അല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അടുത്തത് സെക്ഷൽ ഫങ്ഷൻസ് ഓഫ് ഫാമിലി റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം ഫാമിലിയിൽ തന്നെ സെക്ഷൽ റിലേഷൻഷിപ്പ് നടക്കണമെന്നില്ല. അപ്പൊ പ്രോസ്റ്റിറ്റ്യൂഷൻ പോലുള്ള കാര്യങ്ങളുണ്ട്, ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ നീഡ് നോട്ട് ഹാപ്പൻ ഓൺലി വിത്തിൻ ഫാമിലി. എന്നാ റീപ്രൊഡക്ഷനോ? സർഗസി ഇല്ലേ? കല്യാണം കഴിക്കാത്ത കരൺ ജോഹറിന്റെ കുട്ടികളില്ലേ? ഇല്ലേ? ഇങ്ങനെ നയൻതാര, ഇങ്ങനെ കുറെ അധികം സെലിബ്രിറ്റീസിന് കുട്ടികൾ ഉണ്ടായത് ബേസിക്കലി ആ ഒരു ബയോളജിക്കൽ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടല്ലല്ലോ, ഇറ്റ് ഈസ് ത്രൂ സർഗസിയാണ്. അപ്പൊ റീപ്രൊഡക്ഷൻ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലേ? റൈറ്റ്. എക്കണോമിക്സും കഴിഞ്ഞു, എക്കണോമിക് ഫംഗ്ഷനും കഴിഞ്ഞു, ബയോളജിക്കൽ ഫംഗ്ഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ സൈക്കോളജിക്കൽ ഫംഗ്ഷൻ. അതിനിപ്പം ഫാമിലി ഇല്ലാതെ വേറെ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാ ഉള്ളത്? പറയൂ. റെന്റ് ഫ്രണ്ട്. ഓക്കെ ഓക്കെ. ജപ്പാനിലൊക്കെ ഇപ്പം ഭയങ്കര പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് കേട്ട സംഭവമാണ് ഇതൊക്കെ. അല്ലാതെ വേറെ എന്തൊക്കെ പറയാം? സൈക്കോളജിക്കൽ ഫങ്ഷൻസ് ഫാമിലി അല്ലാതെ നമുക്ക് കിട്ടാൻ. അതെ. ഗ്രൂപ്പ്സ് ഉണ്ട്, സർക്കിൾസ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. നിങ്ങൾ ഇസ്രായേലില് കിബുട്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഇത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് ഇടാം. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. പക്ഷെ സ്റ്റിൽ ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഇസ് ഫാമിലി റീപ്ലേസബിൾ ഓർ നോട്ട്. ആ ഒരു ആംഗിൾ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു there are major important functions of family. അതിനകത്ത് ബയോളജിക്കൽ ഫങ്ഷൻസ് ക്യാൻ ബി റീപ്ലേസ്ഡ്, അല്ലേ? പറയും. അവിടെയാണ് നമ്മൾ അവസാനം കൺക്ലൂഷനിൽ എത്താൻ പോകുന്നത്. ഓക്കെ. അപ്പം ബേസിക്കലി റിപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിലും സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ആണെങ്കിലും ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എക്കണോമിക് സപ്പോർട്ട് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് വെൽഫെയർ സ്റ്റേറ്റ്, അല്ലേ? ഇനി when it comes to psychological function and socialization function, these are the other two major functions. അതിന് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് കിബുട്സ്. എന്താണ് കിബുട്സ് എന്ന് പറയുന്നത്? ഇസ്രായേലുള്ള ഒരു കമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെയാണ് നമ്മൾ കിബുട്സ് എന്ന് വിളിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയുടെ അകത്ത് ഉള്ള മെമ്പേഴ്സ് എല്ലാവരും ഈക്വൽ ആണ്. ഓക്കെ, ഈക്വൽ ഇൻ ദ സെൻസ് ലൈക്ക് വെരി ഈക്വൽ. മാർക്സ് പറഞ്ഞ പോലത്തെ ഈക്വൽ. ഓക്കെ, റൈറ്റ്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സംഭവം. ഈ കിബുട്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഓരോ വ്യക്തിയും
അവരുടെ ലേബർ ആർക്ക് വേണ്ടി ചെയ്യണം? കിബുട്സിന് വേണ്ടി ചെയ്യണം, ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യണം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എനിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനാണ് എനിക്ക് കഴിവുള്ളതെങ്കിൽ ഞാൻ ആ കിബുട്സിലുള്ള ആളുകൾക്ക് വേണ്ടി മൊത്തം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന ജോലിയായിരിക്കും എനിക്ക് കൃഷിയാണ് കൂടുതൽ അറിയുന്നതെങ്കിൽ ഞാൻ ആ കിബുട്സിലുള്ള സ്ഥലത്ത് കൃഷി ചെയ്യലായിരിക്കും എൻ്റെ ജോബ്. ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ കിബുട്സിലുള്ള ആളുകൾക്ക് വേണ്ടി കോമൺ ആയിട്ടുള്ള കിച്ചണിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കലായിരിക്കും എൻ്റെ ടാസ്ക്. ഇങ്ങനെ ആ കിബുട്സിലുള്ള എല്ലാ മെമ്പേഴ്സും മറ്റു മെമ്പേഴ്സിന് വേണ്ടുന്നുള്ള കംപ്ലീറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും കിബുട്സ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും ലേബർ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ചെലവഴിക്കുന്നത്? കിബുട്സിലുള്ള ബാക്കി ആളുകൾക്ക്. എന്നിട്ട് കിബുട്സ് എന്ത് ചെയ്യും? ഇവർ ലേബർ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കും. ആ കിബുട്സിലുള്ള ഓരോ മെമ്പേഴ്സിനും ചെറിയ വീടുകൾ ഉണ്ടാവും. വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു മുറിയും ഒരു വാഷ്റൂമും പോലുള്ള സെറ്റപ്പ്. അവിടെ ആയിരിക്കും അവർ കിടന്നുറങ്ങുക. ഫുഡൊക്കെ ഇവിടുന്ന കിബുട്സിൽ കോമൺ കിച്ചൺ ഉണ്ടാവും, അവിടെ കോമൺ ഡൈനിങ് ഉണ്ടാവും, അവിടെ നിന്നാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുക. ജസ്റ്റ് അവർക്ക് ഉറങ്ങാനും ഒരു വാഷ്റൂം യൂസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും എല്ലാവരും. അത് ഒരേ സൈസ് ആയിരിക്കും എല്ലാവർക്കും, ഒരേ ഫെസിലിറ്റീസ് ആയിരിക്കും എല്ലാത്തിലും ഉണ്ടാവുക. ഇനി ഈ കിബുട്സിലുള്ള ഈ പറയുന്ന പേരൻസിന് അല്ലെങ്കിൽ അവിടുത്തെ കപ്പിൾസിനൊക്കെ ജനിക്കുന്ന കുട്ടികൾ, ഈ കുട്ടികളെ ഒരിക്കലും പേരൻസിന്റെ കൂടെ താമസിക്കാൻ വിടില്ല. സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റൽ സെറ്റപ്പ് അവിടെ ഉണ്ട്. അത് ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദേ ബിലീവ് ദാറ്റ് പേരൻസിന്റെ കയ്യിൽ ഈ കുട്ടികളെ കൊടുത്താൽ പേരൻസ് ബാഡ് പാരന്റിങ്ങിലൂടെ ഈ കുട്ടികളെ മൊത്തം വഷളാക്കും. അതുകൊണ്ട് ഇവരൊരു സ്റ്റാൻഡേർഡ് പാരന്റിങ് സിസ്റ്റം ഫോളോ ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഹോസ്റ്റൽ ഓർ ഡോർമെറ്ററി പോലുള്ള സെറ്റപ്പ് അവിടെ ഉണ്ട്. അവിടെ ഈ കുട്ടികളുടെ സോഷ്യലൈസേഷനും അവരുടെ സൈക്കോളജിക്കൽ നീഡ്സും എല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടി അതിനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കിബുട്സിലെ മെമ്പേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അവിടുന്ന് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കും, അവർക്ക് വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കും, നോംസ് പഠിപ്പിച്ചു കൊടുക്കും, ബിഹേവിയറൽ ആയിട്ടുള്ള ആസ്പെക്ട് പഠിപ്പിച്ചു കൊടുക്കും, എല്ലാം ചെയ്യും. ഈ കുട്ടികൾക്ക് അവരുടെ പേരൻസിന്റെ കൂടെ ഹാർഡ്ലി ഒരു ദിവസം 1-2 മണിക്കൂറേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ വിസിറ്റിംഗ് ടൈം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ടൈം ഉണ്ട്. ആ ടൈം മാത്രം പേരൻസിന്റെ അടുത്ത് പോവാം. അത് കഴിഞ്ഞാൽ വീണ്ടും അവരെങ്ങോട്ട് പോകണം? ആ ഡോർമെറ്ററി ഓർ ഹോസ്റ്റൽ സെറ്റപ്പിലേക്ക് തിരിച്ചു പോകണം. ഇതാണ് കിബുട്സ്. അപ്പൊ ഈ കിബുട്സിൽ അങ്ങനെ കുട്ടികളെ സോഷ്യലൈസ് ചെയ്യാനും സൈക്കോളജിക്കൽ ഫങ്ഷൻസ് ചെയ്യാനും പറ്റുവാണെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് സിസ്റ്റംസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാലോ. അപ്പം കിബുട്സ് ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ഫോർ ഫാമിലി. ഐഡിയ മനസ്സിലായോ? ക്ലിയർ ആണോ? അത് ശരിക്കും ഒരു ചോദ്യചിഹ്നമാണ്, സസ്റ്റൈനബിൾ ആണോ എന്നുള്ളത്. ബിക്കോസ് ഇക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രൂപ്പ്, ഇപ്പൊ കിബുട്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ മാക്സിമം ഇത്ര മെമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് ഇറ്റ്സ് പോസിബിൾ. പക്ഷെ ഒരു വൈഡർ സൊസൈറ്റിയിൽ, അതുകൊണ്ടാണ് മാർക്സിയൻ ഐഡിയ ഓഫ് കമ്മ്യൂണിസം ഇത് തന്നെയല്ലേ പറയുന്നത്. മാർക്സ് പറഞ്ഞ കമ്മ്യൂണിസം എന്താണ്? നമുക്ക് പഠിക്കാനുണ്ട്. മാർക്സ് ശരിക്കും പറയുന്നത് ഈ ലോകം മുന്നോട്ട് ഇങ്ങനെ പോയി റെവല്യൂഷൻ നടക്കും എന്ന് പറഞ്ഞില്ലേ? ആ റെവല്യൂഷന് ശേഷം കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി വരും. ആ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ എന്താ ചെയ്യാൻ പോകുന്ന? എല്ലാവരും ഓരോ ആളും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയുകയാണെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യും, എനിക്ക് മീൻ പിടിക്കാനാണ് അറിയെങ്കിൽ ഞാൻ മീൻ പിടിക്കും, എനിക്ക് പഠിപ്പിക്കാനാണ് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എല്ലാവരെയും പഠിപ്പിക്കും. എല്ലാവരും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവില്ല. എല്ലാവരുടെയും ഈക്വൽ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും, ഇക്വാളിറ്റി ആയിരിക്കും. പൈസ എന്ന് പറയുന്ന സംഭവം തന്നെ ഉണ്ടാവില്ല. ഇതാണ് മാർക്സ് സ്വപ്നം കണ്ട കിനാശേരി. ഓക്കെ, ഇതാണ് മാർക്സ് പറഞ്ഞത്. അൾട്ടിമേറ്റ്ലി സൊസൈറ്റി അങ്ങോട്ടേക്ക് എത്തും. അപ്പം ഇതുവരെ അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സൂചനയും കാണാനില്ല. അതുകൊണ്ടാണ് മാർക്സിന്റെ ഐഡിയ എന്ത് വിളിക്കുന്നത്? ഒരു ഉട്ടോപ്യ എന്ന് പറയുന്നത്. സിമിലർലി കിബുട്സ് എന്ന് പറയുന്നതും ഒരു സ്മോൾ സൊസൈറ്റിയിൽ ഇറ്റ്സ് പോസിബിൾ, ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്. ബട്ട് ലാർജർ വൈഡർ സൊസൈറ്റിയിൽ ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ. ബട്ട് സ്റ്റിൽ ഈ കിബുട്സിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് റേസിംഗ് ഓഫ് ചിൽഡ്രൻ, അതിനെ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് മോഡലായിട്ട് എന്ത് ചെയ്യാം? പറയാം. റൈറ്റ്, ഐഡിയ മനസ്സിലായോ? ക്ലിയർ ആണോ? ആ പക്ഷെ ആ ഫാമിലിന്റെ കൂടെ അല്ലല്ലോ ഈ പിള്ളേര് താമസിക്കുന്നത്. ഫാമിലിയിൽ കുട്ടികൾ വേണം നിർബന്ധമില്ല. പക്ഷെ അവിടെ ഉണ്ടാവുന്ന, ഇപ്പൊ അവിടെയുള്ള ഈ പറയുന്ന മാരീഡ് ആയിട്ടുള്ള ആളുകളുടെ കുട്ടികളെ അവരുടെ കൂടെ അല്ല വളർത്തുന്നത്. ആ കുട്ടികൾ അവർ നേരെ എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഈ കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഇവരുടെ ഹോസ്റ്റൽ ഉണ്ട് ഓർ ഡോർമിറ്ററി, അങ്ങോട്ടേക്കാണ് എല്ലാ കുട്ടികളും. അത് ചെറിയ കുഞ്ഞുങ്ങളെ തൊട്ട് അത്യാവശ്യം അഡോളസെന്റ് ഏജിലുള്ള ആളുകൾ വരെ
ആ ഒരു സെറ്റപ്പിലേ വളർത്തുള്ളൂ. ദേ വിൽ നോട്ട് ബി അലൗഡ് ടു സ്റ്റേ വിത്ത് ദെയർ പേരൻസ്. അല്ല, നമ്മളിവിടെ ഇതിനെ നമ്മളൊരു ഓൾട്ടർനേറ്റീവ് ടു ഫാമിലി എന്നുള്ള രീതിയിൽ നമ്മളിവിടെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് കിബുട്സിലുള്ള ഡോർമെറ്ററീസിന് സോഷ്യലൈസേഷൻ ഫംഗ്ഷൻ ഓഫ് ഫാമിലി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാനും പറ്റുന്നുണ്ട്, സൈക്കോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് ഫാമിലിയും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഫാമിലിക്ക് ഓൾട്ടർനേറ്റീവ് ഇല്ല നമ്മളെ മുർഡോക്ക് പറഞ്ഞില്ലേ, അതിനെ നമ്മൾ ഡിബേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്കിവിടെ പറയാം ബയോളജിക്കൽ ഫങ്ഷൻസ് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിച്ചു, എക്കണോമിക് ഫങ്ഷൻസിന് കണ്ടുപിടിച്ചു, ഈവൻ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഫങ്ഷൻസിനും വി ഹാവ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് JP മെർഡോക്ക് പറഞ്ഞതുപോലെ ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷന് റിപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ശരിയല്ല. എന്ത് പറ്റി? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? തെറ്റാണല്ലോ. ക്ലിയർ? ഐഡിയ മനസ്സിലായോ? ആരെങ്കിലും ഡൗട്ട് ഉണ്ടോ ഓൺലൈൻ? ഈ കിബുട്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ അതിനകത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആൾക്കാരാണ്. മനസ്സിലായോ? ഇറ്റ്സ് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സിസ്റ്റം ആണ്. അവിടെ ജനിക്കുന്ന എല്ലാവരും അവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യും. അങ്ങനെയാണ് കിബുട്സ് വർക്ക് ചെയ്യുന്നത്. ഇനി ആ റൂൾസ് ഫോളോ ചെയ്യാത്ത ആൾക്കാർ അവർ കിബുട്സ് നിന്ന് പുറത്താക്കും. ഒരു കൈൻഡ് ഓഫ് കൾട്ട് എന്ന് പറയാൻ പറ്റില്ല. കൾട്ട് എന്ന് പറയുന്നത് ഒരു ലൂസ്ലി പാക്ഡ് ആണ്, പക്ഷെ ഇതൊരു ടൈറ്റ്ലി പാക്ഡ് ഒരു കമ്മ്യൂണിറ്റിയാണ്. അവർ വളരെ ക്ലോസ്ലി നിറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? അതിന് മനസ്സിലായോ? അപ്പം ഈ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഫാമിലി എന്താണ്, റീപ്ലേസബിൾ ആണ്. അതിന് മനസ്സിലായോ? എന്നാൽ അൾട്ടിമേറ്റ്ലി JP മെർഡോക്ക് പറഞ്ഞതിലും കാര്യമുണ്ട്. ശരിക്കും നമ്മൾ സോഷ്യോളജിയിൽ എപ്പോഴും രണ്ട് സൈഡാണ്. ഒന്ന്, ഇപ്പം JP മെർഡോക്ക് പറഞ്ഞു എന്താണ്, ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല. അപ്പം നമ്മൾ അത് ഡിബേറ്റ് ചെയ്തിട്ട് പറയും എന്നാൽ ഇങ്ങനെയുള്ള സെറ്റപ്പ് ഉണ്ട്, അതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഫൈനലി കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ശരിക്കും പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? വേറെ എന്തിനെടുത്താലും ഫാമിലി എന്നുള്ളൊരു സ്ട്രക്ചർ വരുന്നു, അതൊന്ന്. രണ്ടാമത്തത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻസ് എല്ലാം ഒരൊറ്റ കൊടക്കീഴിൽ എവിടെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ? ഫാമിലിയിൽ മാത്രമായിട്ടേ ഉള്ളൂ. സോ ഇൻ കേസ് ഇഫ് യു ഹാവ് ടു റൈറ്റ് ആൻ ആൻസർ റിലേറ്റഡ് ടു ഫാമിലി റീപ്ലേസബിൾ ആണോ, ഫാമിലിക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ വാട്ട് യു മസ്റ്റ് സേ ഈസ്, ഒരു പാർട്ടിൽ നിങ്ങൾ അഡ്രസ് ചെയ്യണം ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ്. എങ്ങനെയാണ്? യു ഹാവ് ടു ഗിവ് ദ എക്സാമ്പിൾ ഓഫ് കിബുട്സ്. നിങ്ങൾ അവിടെ എന്ത് പറയണം? ഈ പറയുന്ന പോലുള്ള സർഗസി പോലുള്ള മെത്തേഡ്സ് റീപ്രൊഡക്ഷൻ ഉണ്ട് അല്ലെ, സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, വെൽഫെയർ ഗവൺമെന്റ് ഉണ്ട് എന്നൊക്കെ പറയാമെങ്കിലും അൾട്ടിമേറ്റ്ലി നിങ്ങളെ കൺക്ലൂഷനിൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? ഫാമിലിനെ നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം there is no other institution that performs all these functions അല്ലെ അണ്ടർ എ സിംഗിൾ, എന്താ പറയണ്ടേ, ഒരു സിംഗിൾ ഫോൾഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു അംബ്രലയുടെ അണ്ടറിൽ ചെയ്യാൻ പറ്റുന്നത് ഇല്ല. ക്ലിയർ ആണോ? ഐഡിയ മനസ്സിലായോ? നീ ഡൗട്ട് ഉണ്ടോ ആയിരിക്കും? ഓക്കെ അല്ലേ? examine the functionalist perspective. വേണ്ട. See, if you are just asked to write about the functionalist perspective on family, നിങ്ങൾ അവിടെ എന്ത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഡിഫറെന്റ് തിങ്കേഴ്സിന്റെ വ്യൂ പോയിന്റ്സിലൂടെ ഫാമിലി എന്താണെന്ന് പറയാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? JP മെർഡോക്കിനെ എടുക്കുന്നു. JP മെർഡോക്കിന്റെ വ്യൂ പോയിന്റിൽ ഫാമിലിയുടെ 4 ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ആ 4 ഫങ്ഷൻസ് ഓർമ്മയുണ്ടല്ലോ? എന്തൊക്കെയാ? സെക്ഷുവൽ, റീപ്രൊഡക്റ്റീവ്, എക്കണോമിക്, എഡ്യൂക്കേഷണൽ. ഇനി അടുത്ത ആൾ എടുക്കും നമ്മൾ. അടുത്ത ആൾ ആരാണ്? മെക്കൈവർ ആൻഡ് പേജ്. മെക്കൈവർ ആൻഡ് പേജ് പറയുന്നത് ഫാമിലിയുടെ പേരാണ്. ഓക്കെ, ആദ്യം കേൾക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ എന്തായിക്കോളും? ശീലായിക്കോളും. ഓക്കെ, അപ്പൊ മെക്കൈവർ ആൻഡ് പേജ് പറയുന്നത് ഫാമിലിയുടെ ഫങ്ഷൻസിനെ നമ്മൾക്ക് എന്തായിട്ട് കാറ്റഗറൈസ് ചെയ്യാം? 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് എസെൻഷ്യൽ ഫങ്ഷൻ. നിങ്ങൾ 8 മണിക്ക് അലാമൊക്കെ വെച്ചോ? ഓക്കെ, ഒന്ന് എസെൻഷ്യൽ ഫങ്ഷൻ, രണ്ടാമത്തത് നോൺ എസെൻഷ്യൽ ഫങ്ഷൻ. ഓക്കെ, അക്കോർഡിംഗ് ടു മെക്കൈവർ ആൻഡ് പേജ്. ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുമോ? അല്ല, 2 പേരാണ്, മെക്കൈവർ ആൻഡ് പേജ്. ഓക്കെ,
ഓക്കെ അല്ലേ എല്ലാവരും? വിശക്കുന്നുണ്ടോ? ആ, ഒരു 5 മിനിറ്റ്. എനിക്ക് അങ്ങനത്തെ വലിയ കണ്ണിച്ചോരയൊന്നുമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ അല്ലേ? ഒരു 5 മിനിറ്റ് ഇത് തീർക്കുന്നു, നമ്മൾ പോകുന്നു. മെക്കൈവറൻ പേജ് പറയുന്നത് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻ. എന്താണ് ഈ എസെൻഷ്യൽ ഫംഗ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? They say that essential functions are those functions which are performed by families universally. ഏത് സൊസൈറ്റി എടുത്താലും ഈ എസെൻഷ്യൽ ഫംഗ്ഷൻസ് ഫാമിലി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ടൈപ്പ് ഓഫ് സൊസൈറ്റി, എല്ലായിടത്തും പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് അവരെന്ത് വിളിക്കുന്നത്? എസെൻഷ്യൽ ഫംഗ്ഷൻസ്. നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസ് ഓഫ് ഫാമിലീസ് എന്ന് പറയുന്നത് ആർ ദോസ് ഫംഗ്ഷൻസ് ഓഫ് ഫാമിലീസ് which are optional in nature, meaning certain societies families ആ functions perform ചെയ്യുന്നുണ്ട്, certain societies ആ functions എന്ത് ചെയ്യുന്നില്ല, പെർഫോം ചെയ്യുന്നില്ല. ഇങ്ങനെ അവർ ഫാമിലിയുടെ ഫംഗ്ഷൻസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. സോ വാട്ട് ആർ എസെൻഷ്യൽ ഫംഗ്ഷൻസ് നോക്കാം. നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫംഗ്ഷൻസ് തന്നെയാണ്. ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് സെക്ഷൽ നീഡ്സ്, പ്രൊക്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? റിപ്രൊഡക്ഷൻ, ആൻഡ് ഫൈനലി പ്രൊവിഷൻ ഓഫ് ഹോം എന്ന് പറയുന്നത് ഒരു കോമൺ റെസിഡൻസ്. So they believe that there are 3 essential functions which are performed by families in all societies. അതെന്തൊക്കെയാണ്? ഒന്ന് sexual gratification, second is reproduction, third is common residence or provision of home. Okay. എന്നാൽ നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ടും അവർ പറയുന്നുണ്ട്. എന്താണ് നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസ് ഓഫ് ഫാമിലീസ് അക്കോർഡിംഗ് ടു ദം? നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് റിലീജിയസ് ഫംഗ്ഷൻസ്. എന്താണ് റിലീജിയസ് ഫംഗ്ഷൻ ഓഫ് ഫാമിലി? അതായത് നമ്മൾക്ക് വീട്ടിൽ നിന്നല്ലേ റിലീജിയൻ എന്താണെന്നും റിലീജിയനിലുള്ള റിച്വൽസും അതിൻ്റെ കാര്യങ്ങളും അല്ലെ, എങ്ങനെ പ്രാർത്ഥന നടത്തണം, ഇതൊക്കെ പറഞ്ഞിരുന്നത് ആരാണ്? വീട്ടിൽ നിന്നാണ്. അത് മാത്രമല്ല, പണ്ടൊക്കെ ഫാമിലീസിനെ ബേസ് ചെയ്തിട്ടല്ലേ വേരിയസ് റിലീജിയസ് റിച്വൽസ് നടത്തുന്നതും. അതും ഒരു റിലീജിയസ് ഫംഗ്ഷൻ അല്ലേ, കുറെ പൂജകൾ ചെയ്യുക, റൈറ്റ്? അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിലീജിയസ് ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി. ക്ലിയർ? അതേപോലെ അടുത്തതാണ് എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി. എന്താണ് എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ? അത് GP മർഡോക്ക്. ഇതാള് മാറി, മുദ്ര ശ്രദ്ധിക്കണം. ഓക്കെ, മെക്കൈവറൻ പേജിന്റെ വ്യൂ പോയിന്റിൽ പുള്ളി ഓൾറെഡി ഈ പറയുന്ന എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻസ് എന്ന് പുള്ളി ഉദ്ദേശിക്കുന്നത് ഫാമിലിയിൽ നിന്ന് 2 രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒന്ന് നോംസ് ആൻഡ് വാല്യൂസ്, സോഷ്യലൈസേഷൻ. സെക്കൻഡ് തിങ് ഇസ് ഏർലിയർ ഇറ്റ് വാസ് വിത്തിൻ ദ ഫാമിലി ദാറ്റ് ചിൽഡ്രൻ വെയർ ഗിവൺ അല്ലേ നോളജ്. ഈ ഹോം സ്കൂളിംഗ് എന്നൊക്കെ പറയുന്ന പോലെ പണ്ട് വീട്ടിൽ നിന്നല്ലേ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, സ്കിൽസ് പഠിപ്പിക്കുക. അതും എന്തിന്റെ ഭാഗമാണ്? എഡ്യൂക്കേഷണൽ സ്കിൽസ് അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പഴയ ട്രഡീഷണൽ ഫാമിലീസിൽ സ്കില്ലുകൾ കൈമാറി വരുന്നത് എങ്ങനെയാണ്? ജനറേഷണൽ ആയിട്ടാണ് അല്ലെ? അങ്ങനെയല്ലേ ശരിക്കും? ഇപ്പൊ കാർപ്പൻട്രി ആണെങ്കിൽ അവർ അടുത്ത ജനറേഷൻ ആ കാർപ്പൻട്രിയുടെ സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കും. സോ അതൊക്കെ എന്ത് ഫംഗ്ഷൻ ആണ്? എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ ഓഫ് ഫാമിലി. സോ ദർ ആർ 2 ഡിഫറെന്റ് ഫംഗ്ഷൻസ്. എഡ്യൂക്കേഷണൽ എന്ന് പറയുമ്പോൾ 2 ഉണ്ട്. ഒന്ന് നമുക്ക് സോഷ്യലൈസേഷൻ, സെക്കൻഡ് ഇസ് ട്രാൻസ്ഫർ ഓഫ് സ്കിൽസ്. ഓക്കെ, അതേപോലെ നോളജ് പകർന്നു കൊടുക്കുക. ഇപ്പം പണ്ട് ബ്രാഹ്മിൻ ഫാമിലീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വേദാസ് ചിലപ്പോൾ എവിടുന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? വീട്ടിൽ നിന്നായിരിക്കും. എന്ത് പറ്റി? ഓക്കെ, അപ്പം ഈ ഒരു ബേസിസിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. തേർഡ് ഇസ് എക്കണോമിക് ഫംഗ്ഷൻ. എന്താണ് എക്കണോമിക് ഫംഗ്ഷൻ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രൊഡക്ഷൻ. ഇന്നത്തെ കാലത്ത് അതെന്താണ്? കൺസംഷൻ. ഹെൽത്ത് ഫംഗ്ഷൻ ഓഫ് ഫാമിലി എന്തായിരിക്കും? ഹെൽത്ത് ഫംഗ്ഷൻ, എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ ഇൻ ദ സെൻസ് മെക്കൈവറൻ പേജ് പറഞ്ഞ എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ 2 രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് സോഷ്യലൈസേഷൻ, ദാറ്റ് ഇസ് നോംസ് ആൻഡ് വാല്യൂസ്. രണ്ടാമത്തത് ട്രാൻസ്ഫർ ഓഫ് നോളജ്. ഇപ്പം പഴയ സൊസൈറ്റീസിലൊക്കെ ഈ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഹ്മിൻസ് അല്ലെ, ഗുരുകുലം പോലെയൊക്കെ. അപ്പൊ ആ ഒരു ഫാമിലി ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ നോളജ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേരിയസ് സ്കിൽസ് ഉണ്ടല്ലോ, ഇപ്പൊ കാർപ്പൻട്രി, അങ്ങനെയുള്ള സ്കിൽസ് ഒക്കെ ഫാമിലിന്ന് അടുത്ത ജനറേഷൻ എന്ത് ചെയ്യും? പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ. നോൺ എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ സബ് പാർട്ടായിട്ട് 2 സോഷ്യലൈസേഷനും സ്കിൽ ട്രാൻസ്ഫറും അല്ല. ദീസ് ആർ പാർട്ട് ഓഫ് നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻസ്. എക്കണോമിക് നമ്മൾ പറഞ്ഞു. ഹെൽത്ത് ഫംഗ്ഷൻ എന്തായിരിക്കും? കറക്റ്റ്. വേറെ എന്തൊക്കെയാണ് വരിക ഹെൽത്ത് ഫംഗ്ഷനിൽ? ഹീലിംഗ് മാത്രമാണോ? ന്യൂട്രീഷൻ. മെയിൻ ഹെൽത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ടേക്കിംഗ് കെയർ ഓഫ് യങ്ങർ ചിൽഡ്രൻ, അവരുടെ അസുഖം വരുന്നതും എല്ലാം തടയുക അല്ലേ?
അതിനെയൊക്കെ ഫൈറ്റ് ചെയ്യാം. അത് ഹെൽത്ത് ഫങ്ഷൻ അല്ലേ, റൈറ്റ്? രണ്ടാമത്തത് ടേക്കിംഗ് കെയർ ഓഫ് എൽഡർലി പോപ്പുലേഷൻ. അതും എന്താണ്? ഹെൽത്ത് ഫങ്ഷൻ ഓഫ് ഫാമിലി അല്ലേ? അല്ലേ? അസുഖം വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാം? പരിചരിക്കുക. പണ്ട് ഫാമിലീസിലല്ലേ ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഓൾട്ടർനേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നെങ്കിലും earlier it was being carried out within family. And finally, recreational functions. എന്താണ് recreational function? Entertainment, അല്ലേ? ഈ പറയുന്ന പാട്ട്, ഡാൻസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. പണ്ടിതും ഈ റെക്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫാമിലിയുടെ വിത്തിൻ ആണ് നടന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പം നമുക്ക് തിയേറ്റേഴ്സ് ഉണ്ട്, ക്ലബ്സ് ഉണ്ട്. പക്ഷെ ഏർലിയർ all of it usually happened within family. അല്ലേ? ഒരു ഫാമിലി ഗ്യാതറിങ് നടക്കുക, അതൊരു റെക്രിയേഷണൽ ആക്ടിവിറ്റി ആയിരുന്നു. So these are the non-essential functions. First three are the essential functions. So when you are writing about ഈ പറയുന്ന ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി, ഈ പറയുന്ന നോൺ എസെൻഷ്യൽ ആൻഡ് എസെൻഷ്യൽ ഫങ്ഷൻസ് എഴുതണം. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഇലാബറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഒരു പാരഗ്രാഫിൽ മൊത്തത്തിൽ എന്ത് ചെയ്താൽ മതിയാവും? നോൺ എസെൻഷ്യൽ ഫങ്ഷൻസ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് എഴുതിയാൽ മതിയാവും. ദാറ്റ്സ് ഹൗ യു നീഡ് ടു റൈറ്റ്. ക്ലിയർ ആണോ? അതിന്റെ മനസ്സിലായോ? സോ ആഫ്റ്റർ ഐ കംപ്ലീറ്റ് ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി, വാട്ട് ഐ വിൽ ഡു ഇസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഇവിടുന്ന് എഴുതിപ്പിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ആ ആൻസർ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. റൈറ്റ്? അപ്പം നിങ്ങൾക്കൊരു പ്രോപ്പർ ഐഡിയ കിട്ടും ഹൗ ടു അപ്രോച്ച് ആൻസേഴ്സ് എന്നുള്ളത്. അപ്പോൾ മോസ്റ്റ് ലൈക്ലി അത് നാളെ ആയിരിക്കും. സന്തോഷമായില്ല എല്ലാവർക്കും? എഴുതാനുള്ള സാമഗ്രികളൊക്കെ കൊണ്ടുവരിക. നിങ്ങൾ ആൻസർ റൈറ്റിംഗ് ബുക്ക്ലെറ്റ് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കിലായിരിക്കും കിട്ടുക. ഓക്കെ, ഇവിടുന്ന് അങ്ങനെ ഒരു ബുക്കും തരും ഫോർ യു ടു റൈറ്റ് ആൻസേഴ്സ്. അത് അടുത്ത വീക്കിൽ കിട്ടുമായിരിക്കും. ബട്ട് ഫോർ ടൈം ബീങ് നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ടിൽ ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ, സന്തോഷമായില്ല എല്ലാവർക്കും? ഇനി അത് വിചാരിച്ച് നാളെ വരാതൊന്നും ഇരിക്കരുത്. നിങ്ങൾ ഈ പറയുന്ന പേപ്പർ കറക്റ്റ് ചെയ്ത് ഒന്നുമില്ല. ജസ്റ്റ് ടു ഗിവ് യു ആൻ ഐഡിയ എന്ന് എങ്ങനെയാണ് ഇത് എഴുതുക എന്നുള്ളത്. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളൊരു കാര്യം, വിൽ ദർ ബി ambition in the kibbutz? How will the society grow if there is no ambition? If so, won't the society collapse eventually? See, basically, ഞാൻ പറഞ്ഞല്ലോ, ഈ മാർക്സിയൻ തിയറിയുടെ ഒരു ക്രിട്ടിക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ആ സൊസൈറ്റിയിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ അംബിഷൻ ഉണ്ടാവില്ല, ആ സൊസൈറ്റി തകർന്നു പോകുന്നൊക്കെ ഉള്ളത്. സോ ബേസിക്കലി ഒരു വൈഡർ സൊസൈറ്റിയിൽ അത് അപ്ലൈ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു സ്മോളർ കമ്മ്യൂണിറ്റിയിൽ ഇറ്റ് ക്യാൻ ബി പോസിബിൾ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആയിരിക്കലും? പറ്റും. കാരണം ഏർലിയർ ടൈംസിൽ ഇറ്റ് വാസ് മോസ്റ്റ്ലി യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. കറണ്ട് കോണ്ടംപററി ടൈംസിൽ ഇറ്റ് ഇസ് മോസ്റ്റ്ലി യൂണിറ്റ് ഓഫ് കൺസംഷൻ. രണ്ട് എക്കണോമിക് ഫംഗ്ഷൻ ആണ്. പറ്റും. ഇന്റർപ്രിറ്റേറ്റീവ് അപ്രോച്ചസ് ആണ് സബ്ജക്റ്റീവ് ആയിട്ട് ഡീൽ ചെയ്യുന്നത്. ബാക്കി ഇതൊക്കെ താങ്ക് യു. ഓക്കെ, നോ പ്രോബ്ലം. സി, റിക്രിയേഷണൽ ഫംഗ്ഷൻ നോൺ എസെൻഷ്യൽ എന്ന് പറയാൻ കാരണം ഈ ഫാമിലി ഒരു റിക്രിയേഷണൽ യൂണിറ്റ് ആയിട്ട് എല്ലാ സൊസൈറ്റിയിലും ആക്ട് ചെയ്യുന്നില്ല. റൈറ്റ്? ഇപ്പം നമ്മളിപ്പം മോഡേൺ സൊസൈറ്റി എടുത്തു കഴിഞ്ഞാൽ ഫാമിലി ആണോ ഒരു യൂണിറ്റ് ഓഫ് റിക്രിയേഷൻ? അല്ലല്ലോ. നമ്മൾ റിക്രിയേഷന് വേണ്ടി വല്ല സിനിമാ തിയേറ്ററിൽ പോവുകയോ ക്ലബ്സിൽ പോവുകയോ ഒക്കെ അല്ലേ ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള സർട്ടൻ സൊസൈറ്റീസിൽ ഫാമിലി ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ നോൺ എസെൻഷ്യൽ എന്ന് വിളിക്കാൻ കാരണം. ഈ എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ കാറ്റഗറൈസേഷൻ അങ്ങനെയാണ് വരുന്നത്. യൂണിവേഴ്സൽ ആയിട്ട് എല്ലാ സൊസൈറ്റീസിലും ഫാമിലി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഒരു എസെൻഷ്യൽ ഫംഗ്ഷൻ. എന്നാൽ സർട്ടൻ സൊസൈറ്റീസിൽ മാത്രമാണ് അത് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ എസെൻഷ്യൽ ഫംഗ്ഷൻ. ക്ലിയർ ആണോ? ഓക്കെ. സി, ബനാറസ് ഓഫ് ന്യൂ ഗുനിയയുടെ ഒരു എക്സാമ്പിൾ പോലെയാണ്. ബേസിക്കലി GP Murdoch when he said that ഫാമിലി മൊത്തം യൂണിവേഴ്സൽ ആണെന്ന് പറഞ്ഞപ്പോഴും പുള്ളി പറഞ്ഞിട്ടുണ്ട് എല്ലാ സൊസൈറ്റീസിലെയും ഫാമിലിയുടെ ഒരു ടൈപ്പ്, ഒരു ഫോം സെയിം ആയിരിക്കണം എന്നില്ല. ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പുള്ളി പറഞ്ഞതാണ് ഈ ബനാറസ്. വേർ ഹി സെഡ് ദാറ്റ് ബനാറസിൻ്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
അവരുടെ ഒരു വിവാഹം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ്. കല്യാണം കഴിച്ചിരിക്കുന്ന ഗ്രൂമും ബ്രൈഡും അവരുടെ ഒരുമിച്ചിട്ടുള്ള വിവാഹ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ ആ ഒരു ബ്രൈഡിന് ഗ്രൂമിൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടിൽ ഒരു ചൈൽഡ് ഉണ്ടായതിനു ശേഷമാണ്. ഓക്കെ, അതിനുശേഷമാണ് അവരുടെ വിവാഹ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ആ കൊച്ചിനെ ഇവരുടെ കൊച്ചായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്, നോട്ട് ദാറ്റ് ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ കിഡായിട്ട് ആണ്. അത് ഓരോ സൊസൈറ്റിയിൽ ഓരോ വെറൈറ്റിയാണ് ഫാമിലിയുടെ ഫോം. അവിടെ അങ്ങനെയാണ് കല്യാണങ്ങൾ നടക്കുന്നത്. എക്കണോമിക് ഫങ്ഷൻസ് കാരണം സർട്ടൺ സൊസൈറ്റീസിനകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കിബുച്ചിൽ ശരിക്കും ഫാമിലി എക്കണോമിക് ഫങ്ഷൻ ചെയ്യുന്നില്ലല്ലോ. കിബുച്ച് ആണ് എക്കണോമിക് ഫങ്ഷൻ, എല്ലാവർക്കും റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് കിബുച്ച് ആണ്. അപ്പോൾ ദർ ആർ സർട്ടൺ സൊസൈറ്റീസ് വെയർ ഫാമിലീസ് അല്ല എക്കണോമിക് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്, കമ്മ്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, ലൈക്ക് ഇപ്പോൾ വെൽഫെയർ ഗവൺമെന്റ് പോലെ. ഏതാ ഓർഫനേജസ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാത്തത്. മനസ്സിലായോ? ഐ മീൻ നോൺ എസെൻഷ്യൽ ഫങ്ഷൻ ആക്കി കൺസിഡർ ചെയ്യും. അല്ല, അതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ആ ഫാമിലി ആയിട്ട് അവർ സെപ്പറേറ്റ് ഇതേപോലെ കോട്ടേജിൽ മാറും. അങ്ങനെയല്ല, ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു വലിയ സ്ഥലമായിരിക്കും ഇവർ എക്വയർ ചെയ്തിട്ടുണ്ടാവുക. അവിടെ ഈ പറയുന്ന കുട്ടികൾ അവർ ജനിച്ചു കഴിയുമ്പം ഇതിനകത്ത് പോകും. ഒരു പ്രായം കഴിയുമ്പോൾ അവർ തന്നെയാണ് എഡ്യൂക്കേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവർ കല്യാണം കഴിക്കും. അവർ കല്യാണം കഴിക്കുന്നത് ഈ കിബൂച്ചിന്റെ അകത്തുനിന്നല്ല, മറ്റ് കിബൂച്ചിൽ നിന്നാണ് കല്യാണം കഴിക്കുക. അവർക്ക് മാറിയിട്ട് അവർക്ക് വേറെ സെപ്പറേറ്റ് സ്പേസ് വേണം, വേറെ സെപ്പറേറ്റ് സ്പേസ്. മാറില്ല, അതാണ്. അതായത് അവിടെ റീപ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ഫംഗ്ഷൻ എല്ലാം ഉണ്ട് കിബുച്ചിൽ. ജസ്റ്റ് ദാറ്റ് സൈക്കോളജിക്കൽ, ഇമോഷണൽ, എക്കണോമിക് നീഡ്സ് ഒന്നും ഫാമിലി അല്ല ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, PYQന്റെ കാര്യം വി വിൽ ബി ഡിസ്കസിങ്. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ആസ് ഐ ഓൾറെഡി മെൻഷൻ, നാളെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. സോ സ്ലോലി വി വിൽ മൂവ് ഓൺ ടു PYQs. ഇപ്പം തന്നെ നമ്മൾ PYQസിലേക്ക് ജമ്പ് ചെയ്യണമെന്നില്ല. ഒരു 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. നാളെ കാണാം. ബൈ. താങ്ക് യു.